ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നമ്മൾ 2-3 ദിവസമല്ലേ കണ്ടിട്ട് അല്ലേ? എങ്ങനെയുണ്ട് നമ്മുടെ കിച്ചൂട്ടൻ? കാണുന്നുണ്ടോ കിച്ചൂട്ടനെ? കാണുന്നുണ്ടോ? പ്രാർത്ഥിക്കാം. കിച്ചൂട്ടനെ കാണുന്നുണ്ടോ? അടുത്തുനിന്ന് കാണണോ? ഹരേ കൃഷ്ണ സന്തോഷേട്ടാ. അടുത്തുനിന്ന് കാണണോ കിച്ചൂട്ടനെ? കാണണോ? ആർക്കൊക്കെ കാണണം അടുത്തുനിന്ന് കിച്ചൂട്ടനെ? കാണിക്കാട്ടോ. ഈ 2 ദിവസം ഞാൻ നല്ല യാത്രയിലായിരുന്നു. ഉറക്കമൊന്നും ശരിയായിട്ടില്ല. ഇന്ന് രാവിലെ വന്നപ്പം മുതലുള്ള ജോലിയാണ്. ക്ലാസ് കഴിഞ്ഞിട്ട് വേണം ഒന്ന് കിടക്കാൻ. അപ്പം എന്തായാലും ക്ലാസ് എടുക്കാമെന്ന് കരുതി അങ്ങനെയാണ് എടുത്തത്. ഒരു മിനിറ്റ് കേട്ടോ. ഇപ്പം കേൾപ്പിക്കാം. എന്ത് പറയുന്നു? സന്തോഷമായോ എല്ലാവർക്കും? നമ്മുടെ മൊബൈൽ ഒന്ന് വെക്കാൻ. ഹാപ്പി? നമ്മുടെ അജിത് പ്രഭുവിന് 9 വർഷമായിട്ട് കുട്ടികളില്ലാണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അജിത് പ്രഭുവിന് ഇന്ന് 9 വർഷങ്ങൾക്ക് ശേഷം ഒരു ഉണ്ണിയെ കൊടുത്ത് നിൽക്കുന്ന ആള് അല്ലേ? മരണത്തെ മുഖാമുഖം കണ്ടപ്പോൾ നമ്മുടെ സന്തോഷേട്ടനെ മരണത്തിൽ നിന്ന് രക്ഷിച്ച് നിൽക്കുന്ന നിപ്പ. രാസേശ്വരി മാതാജിയുടെ ക്യാൻസർ മാറ്റിയിട്ട് നിൽക്കുന്ന നിപ്പ. തങ്കമണി ചേച്ചിയുടെ മോളുടെ പാസ്പോർട്ട് എടുത്തു കൊടുത്തിട്ടാണ് വന്ന് നിൽക്കുന്നത്. അങ്ങനെ എത്ര അനുഭവങ്ങൾ, എന്തെല്ലാം അനുഭവങ്ങൾ. കഴിഞ്ഞ ദിവസം സംസാരിച്ചൊരു മാതാജിയുടെ മോൾക്ക് ക്യാൻസർ ഇല്ല എന്ന് വരുത്തി തീർത്ത ആളാണ്. അങ്ങനെ എല്ലാവരെയും ഗുരുവായൂർ മഞ്ജരീസ് കാണുന്ന, ഗുരുവായൂർ മഞ്ജരീസുമായി ബന്ധപ്പെട്ട എല്ലാവരെയും കിച്ചൂട്ടൻ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ നിമിഷവും. അങ്ങനെയുള്ള ഓരോ അനുഗ്രഹങ്ങളും നമ്മളിങ്ങനെ ഓരോരുത്തരുടെ ഓഡിയോസിൽ നിന്നും കേൾക്കുകയാണ്. അതിമനോഹരമായിട്ടാണ് കിച്ചൂട്ടൻ തിരിച്ചു വന്നിരിക്കുന്നത് അല്ലേ? വർണ്ണിക്കാനാവാത്ത അത്രയും മനോഹാരിതയോടു കൂടിയാണ് കിച്ചൂട്ടൻ വന്നിരിക്കുന്നത്. കാരണം ഇന്ന് ഞാൻ ഹാരം അണിഞ്ഞിട്ടില്ല. നാളെ മുതലാണ് ഹാരം അണിയുന്നത്. പിന്നെ നാളെ മുതൽ ഹാരം അണിയണം. ഇതിൻ്റെ ഇടയിലൊരു സർപ്രൈസ് ഉണ്ട്. ഞാനിനിയിപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ അത് പറയാൻ എനിക്ക് നല്ല പേടിയുണ്ട്. അത് പറഞ്ഞാൽ എന്താവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ എങ്ങനെ പറയുന്നു എനിക്ക് അറിഞ്ഞൂടാ. കാരണം നിങ്ങളെല്ലാവരും എനിക്ക് പ്രിയപ്പെട്ടവരാണ്, എല്ലാവരും. അപ്പം പറയട്ടെ, ആദ്യം എനിക്കിവിടെ ആരാണോ കമൻറ്റ് കിട്ടുന്നത് അവരായിരിക്കും കേട്ടോ. ഫസ്റ്റത്തെ കമൻറ്റ് ആരാണോ അവരായിരിക്കും. അതെ, ഷാജി പ്രഭുവിൻ്റെ അറ്റാക്ക് മാറ്റിയ ഭഗവാൻ. സത്യം പറയാൻ പോവാണ്. ഹരേ കൃഷ്ണ. കിച്ചൂട്ടൻ എല്ലാവരും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. എല്ലാവരും ഇമ്പോർട്ടൻ്റ് ആണ്. പുതുവർഷത്തിൽ ജനുവരി 1 എനിക്ക് കിച്ചൂട്ടൻ്റെ മാല ബുക്കിംഗ് ആരുടെ അടുത്ത് നിന്ന് കിട്ടിയിട്ടില്ല. ആരാണ് ആദ്യം ബുക്ക് ചെയ്യുന്നത്?
അത് മാത്രം എനിക്ക് കിട്ടിയിട്ടില്ല. നോക്കട്ടെ ആരുടെ പേരാണ് ആദ്യം വരുന്നത്. ജനുവരി 1 ആരാണ് ഹാരം ബുക്ക് ചെയ്യുന്നത്? പുതുവർഷം ആരംഭത്തിൽ ആരുടെ ബുക്കിംഗ് എനിക്ക് കിട്ടിയിട്ടില്ല. ഓക്കെ, ത്രിവേണി മാതാജി. ത്രിവേണി മാതാജിയുടെ മെസ്സേജാണ് എനിക്ക് ആദ്യം വന്നിരിക്കുന്നത്. എനിക്കിതാണ് ഭയങ്കര സങ്കടം. ഞാൻ ഒരു പക്ഷഭേദവും ഞാൻ കാണിക്കില്ല. എനിക്ക് ആദ്യം കിച്ചൂടിന് മുമ്പിൽ വെച്ച് എനിക്ക് ആദ്യം കിട്ടിയ മെസ്സേജ് ത്രിവേണി മാതാജി. ത്രിവേണി മാതാജി എനിക്ക് മെസ്സേജ് ഇട്ടോളൂ. പുതുവർഷത്തിൽ തുടക്കം. ത്രിവേണി മാതാജി ഹാരമണിയുന്നു. അന്നേ ദിവസം നിവേദ്യം എനിക്ക് സന്തോഷേട്ടൻ ഓൾറെഡി ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. മാതാജി 1-ാം തീയതിയുള്ള നിവേദ്യം എൻ്റെ വകയാണ് ഭഗവാൻ എന്നുള്ളത്. പിന്നെ അന്നേ ദിവസം ആർക്ക് വേണമെങ്കിലും ഭഗവാൻ എന്ത് വേണമെങ്കിലും സമർപ്പിക്കാം. ഞാൻ ഭഗവാന് കൊടുക്കാം. അമ്മോക്കാ ഇല്ലില്ല, സുമ്മാ தான் கேட்டேன். அப்படியா? சரி சரி, ஓகே. ஆமாம் ஆமாம் ஆமாம். ஆஹா ஆஹா, ஓகே ஓகே ஓகே, சரி சரி. சரி. ஓ அப்படியா? ஓ 1 kg 198. ஆமாம் ஆமாம் ஆமாம். சரி சரி, ஓகே ஓகே ஓகே, சரி ஓகே ஓகே. சரி, நாளைக்கு கோஸ் பொரியல் போதும். நமக்கு ஒரு 12:30. இப்போவே காய்கறி கட் பண்ணிக்கோங்க. சரி 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 சரி. கொஞ்சம் இங்க கூட இருக்கு. இல்ல இருந்தா எடு. இல்ல தேவைப்பட்டா எடுத்துக்கலாம், ஒன்றும் பிரச்சனை இல்லை. சரி ஓகே, அது பெஸ்ட். சூப்பர் சூப்பர். சரி, அது போட வேண்டாம். ஆமா ஆமா, காய்கறி கொஞ்சம் அதிகமாயிருச்சு ரேட்டு. கொஞ்சம் ரேட் அதிகம். அங்க போனோம்னா இந்த அம்மா வீட்டுல பாத்திரம் தேய்க்க வராங்க ஒரு அம்மா. அவங்க சொன்னாங்க நீ கோயம்பேடுக்கு வந்துட்டேன்னா கிலோ 50 ரூபாய் தான். ஆமா, நம்ம அங்க போய் வாங்கிக்கலாம். அதுதான் அவர் சொன்னாரு, நீ நாளைக்கு ஒரு நாள் மட்டும் பாத்துக்கோ, நாளைக்கு மதியானம் முடிச்சிட்டு நேரா கோயம்பேடு போயிட்டு. எனக்கும் மாலை வாங்க வேண்டியது இருக்கு. அப்ப நம்ம ஒண்ணா போலாம். அப்ப வாங்க. போலாம், மத்தியானத்து மேல போலாம். மத்தியானத்துக்கு மேல போலாம். ஓகே சரி, பை பை. நீங்க கூப்பிட்டீங்கன்னு சொன்னால இல்ல இல்ல, நான் சும்மா தான் கேட்டேன். வேலை எங்க வரைக்கும் ஆயிடுச்சுன்னு கேட்கறதுக்காக தான் வந்தேன். சரி ஓகே ഓക്കെ, ശരി, ബൈ. ഹരേ കൃഷ്ണ. കുറേ മെസ്സേജുകൾ വന്നിട്ടുണ്ട്, എനിക്ക് വാട്സപ്പിലേക്ക് ഇട്ടോളൂ. നാളെ മുതൽ അന്നദാനം സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പം അന്നദാനത്തിൻ്റെ ഒരു നാളെ അന്നദാനം ഉണ്ട്. അതിൻ്റെ ഒരു ഇത് പറയായിരുന്നു. 1 കിലോ പരിപ്പ് 198 രൂപ. ഒരു രക്ഷയില്ല. റേറ്റ് എങ്ങോട്ടോ പോകുന്നു സാധനങ്ങളുടെ. ചെന്നൈ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എന്താ പറയുക, ഈ പച്ചക്കറിയൊക്കെ ഭയങ്കര റേറ്റായി ഇപ്പോൾ ചെന്നൈയിൽ. നമ്മൾക്ക് പറ്റുന്നില്ല. അപ്പം നാളെ ഇനിയിപ്പോൾ ഞങ്ങൾ നാളെ മാർക്കറ്റിൽ പോകാൻ ഉച്ചയ്ക്ക് എന്ന് പറഞ്ഞിരിക്കുക. അതാ ചേച്ചി പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനിയിപ്പോൾ ഞാൻ ക്ലാസ് കഴിഞ്ഞിട്ട് പോയിട്ട് കുറച്ച് വെജിറ്റബിൾസ് കട്ട് ചെയ്ത് കൊടുക്കണം. വെജിറ്റബിൾസ് കട്ട് ചെയ്യാനുള്ള ഇത് ചെയ്യണം. ഇനി എല്ലാ ദിവസവും നമ്മൾ 51 പേർക്ക് വെച്ചാണ് അന്നദാനം കൊടുക്കുന്നത് കേട്ടോ. 51 പേർക്ക് വെച്ച് അന്നദാനം കൊടുക്കണം. പിന്നെ ന്യൂസ് പേപ്പർ എല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ രാവിലെ പോയിട്ട് കുറച്ച് ന്യൂസ് പേപ്പർ വാങ്ങിക്കണം. കുറേ അന്നദാനങ്ങളുണ്ട്. നാളെ മുതൽ ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ അന്നദാനം പോയിക്കൊണ്ടിരിക്കും. പിന്നെ നമ്മൾ കിച്ചൺ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ എനിക്ക് എൻ്റെ ഫ്രിഡ്ജിൽ കുറച്ച് വെക്കാം, താഴത്തെ 2 ചേച്ചിമാരുടെ ഫ്രിഡ്ജിൽ വെക്കാം. ഞങ്ങൾ 3 പേരും കൂടി ചേർന്ന് കുക്കിംഗ് അങ്ങ് ആരംഭിക്കുകയാണ്. അല്ലാതെ രക്ഷയില്ല. ഈ മഞ്ജരീസിൻ്റെ ഈ വർക്കിൻ്റെ ഇടയിൽ കൂടെ കുക്കിംഗ്, ഞാൻ ഷൂട്ടിനോ ഡബിങ്ങിനോ പോയാലും അവർ ചെയ്തോളും. അപ്പോൾ ടെൻഷനില്ല. അതിന് വേണ്ടിയിട്ട് കുറച്ച് വലിയ പാത്രങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ചേച്ചി അഡ്ജസ്റ്റ് ചെയ്ത് വാങ്ങിച്ചു എന്ന് പറഞ്ഞു. കുറച്ചൊക്കെ ചേച്ചിയുടെ അമ്മയുടെ വീട്ടിൽ പോയി എടുത്തുകൊണ്ട് വന്നു. മീൻസ് എൻ്റെ ഇതല്ല, മറ്റേ താഴത്തെ ചേച്ചി അവരുടെ അമ്മയുടെ വീട്ടിൽ പോയിട്ട് കുറച്ച് പാത്രങ്ങളൊക്കെ എടുത്തുകൊണ്ട് വന്നു എന്ന് പറഞ്ഞു. അല്ലാണ്ട് നമുക്ക് എല്ലാം കൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അങ്ങനെ വലിയ വലിയ അഡ്ജസ്റ്റ്മെൻറ്റുകളിലൂടെ അന്നദാനമൊക്കെ പോകുന്നത്. ഇനി രാത്രി ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഈ പച്ചക്കറി എല്ലാം കൂടി എടുത്ത് ഒരുമിച്ചിരുന്ന് ടെറസിൽ പോയിട്ട് അരിഞ്ഞുകൊണ്ടിരിക്കും. ക്ലീൻ ചെയ്യും, അരിയും.
അങ്ങനെയൊക്കെ കൂടെ. അങ്ങനെയൊക്കെയാണ് മഞ്ജരീസ് പോകുന്നത്. നാളെ മുതൽ അന്നദാനം സ്റ്റാർട്ട് ചെയ്തു. കിച്ചൂട്ടൻ വന്നു. അപ്പോൾ കിച്ചൂട്ടനെ മലർ നിവേദ്യമോ വെണ്ണ നിവേദ്യമോ എന്താ വെച്ചാൽ നിങ്ങൾ വാട്സപ്പിലേക്ക് മെസ്സേജ് ഇട്ടോളൂ, ഞാൻ ചെയ്തേക്കാം. പിന്നെ ഒരു സന്തോഷം, ഇതുവരേക്കും കിച്ചൂട്ടന് ഞാൻ എണ്ണയാണ് കൊടുത്തുകൊണ്ടിരുന്നത് ഇതിൽ. അപ്പം ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ജ്യോതിഷപരമായി ഒന്ന് നോക്കിയപ്പം, അല്ല എനിക്കിവിടെ വന്നത് ത്രിവേണി മാതാജിയുടെയാണ്, സുധിപ്രഭു. അമ്മേ സുധിപ്രഭു. അപ്പം ഭഗവാന് ഞാനിപ്പം നെയ് വിളക്കാണ് കൊടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് നെയ് കോൺട്രിബ്യൂട്ട് ചെയ്യാം. കാരണം എന്നെക്കൊണ്ട് ഒറ്റയ്ക്ക് ഭഗവാന് നെയ് വാങ്ങിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അറിയാമല്ലോ, നെയ്യ് കുറച്ച് റേറ്റ് കൂടുതലാണ്. അപ്പം നെയ്യ് ഇപ്പം ഡെയിലി ഭഗവാന് കിടാവിളക്കിലേക്ക് ഞാൻ നെയ്യ് ആക്കിയിട്ടുണ്ട്. അപ്പം നെയ്യ് ആർക്ക് വേണമെങ്കിലും സമർപ്പിക്കാം. നിങ്ങൾ എന്ത് ചെറിയ കോൺട്രിബ്യൂഷൻ തന്നാലും ഞാനത് ചേർത്ത് വെച്ച് നെയ്യ് വാങ്ങും. പിന്നെ ഒരു എണ്ണയുടെ കിടാവിളക്കും ഇവിടെ പോകുന്നുണ്ട്. അപ്പം നെയ്യോ എണ്ണയോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് സമർപ്പിക്കാം. ഭഗവാന് 1-ാം തീയതി ഉച്ചയ്ക്കുള്ള നിവേദ്യം സന്തോഷേട്ടന് ഓൾറെഡി എനിക്ക് ഒരു 1 വീക്ക് മുമ്പേ മെസ്സേജ് ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ എല്ലാവരും നിങ്ങൾക്ക് എന്തൊക്കെയാണോ ഭഗവാന് കൊടുക്കാൻ ഇഷ്ടമുള്ളത് 1-ാം തീയതി പുതുവർഷത്തിൽ നമുക്ക് കൊടുക്കാം. കാരണം നമ്മളെല്ലാവരെയും ഒരുപോലെ അത്രയും സ്നേഹത്തോടു കൂടി ഭഗവാൻ കൊണ്ട് നടക്കുകയാണ് പല പല അസുഖങ്ങളിൽ നിന്ന്. അജിത് കുമാർ പ്രഭു, ഹരേ കൃഷ്ണ, കൺഗ്രാറ്റ്സ്. അജിത് കുമാർ പ്രഭു വന്നിട്ടുണ്ട് കേട്ടോ. മാതാജിയോട് ഞങ്ങളുടെ അന്വേഷണം പറയണം. കിച്ചൂട്ടൻ ഒരു ഉണ്ണിയെ തന്നു. നല്ല ഒരു പൊന്നോമനയായ ഒരു ആൺകുട്ടിയായിട്ട് കിച്ചൂട്ടൻ അജിത് കുമാർ പ്രഭുവിന് നൽകട്ടെ. പെൺകുട്ടിയായാലും സന്തോഷം. ശ്രീമതി രാധാറാണി ആയിരിക്കട്ടെ. എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവും. എല്ലാ സമാധാനവും ഐശ്വര്യവും ആയുസ്സും ആരോഗ്യവും ശ്രേയസ്സും കീർത്തിയും എല്ലാം ഉള്ളൊരു ഉണ്ണിയെ തന്ന് ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഒത്തിരി സന്തോഷമുണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹത്തിനും സപ്പോർട്ടിനും, ഗുരുവായൂർ മഞ്ജരീസിലൂടെ ക്ലാസ്സുകൾ ഷെയർ ചെയ്യുന്നതിന് എല്ലാത്തിനും. അപ്പം അങ്ങനെ ഫൈനലി നമ്മുടെ കിച്ചൂട്ടനും രാധാറാണിയും തിരിച്ചെത്തി. എല്ലാവർക്കും ഭഗവാന്റെ കാരുണ്യവും അനുഗ്രഹവും എല്ലാം ലഭിക്കട്ടെ. ഒരുപാട് പ്രയാസങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ട്. അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ആ ഒരു ഇരുട്ടെല്ലാം മാറി നല്ല പ്രകാശം വരട്ടെ. ഇനി മുതൽ നമ്മളെല്ലാവരെയും ഒരുപാട് മാറിയിരുന്ന് കിച്ചൂട്ടൻ നമ്മളെല്ലാവരെയും സംരക്ഷിച്ചു. ഇനി മുതൽ കിച്ചൂട്ടൻ നമ്മുടെ തൊട്ടടുത്തിരുന്ന് സംരക്ഷിക്കും. എനിക്ക് ഭഗവാൻ വന്നപ്പോൾ മുതലേ അദ്ദേഹത്തിൻ്റെ ആ ഒരു സൗന്ദര്യവും അദ്ദേഹത്തിൻ്റെ ആ ഒരു എന്താ പറയുക, എന്തോ ഒരു എനിക്കറിയില്ല, ഭഗവാന്റെ ആ ഒരു പ്രസന്നത, മുഖത്തുള്ള ആ ഒരു പ്രസന്നത കണ്ടപ്പോൾ ഞാൻ ഒരുപാട് ഹാപ്പിയാണ്. ഗുരുവായൂരപ്പൻ്റെ കൃപാകടാക്ഷം നിങ്ങളുടെ എല്ലാവരുടെയും കൂടെ ഉണ്ടാവട്ടെ. ഹരേ കൃഷ്ണ. നമുക്ക് ശ്രീ മഹാഭാരതം 2-ാം ഭാഗം സ്റ്റാർട്ട് ചെയ്യാം. ഇന്നത്തെ ക്ലാസ് ധർമ്മപുത്രന്റെ ഗുരുപൂജ. അതെ, 9 വർഷത്തിന് ശേഷമാണ് അവർക്കൊരു ഉണ്ണിയെ കിട്ടിയത്. രമ്യ മാതാജി ധൈര്യമായിട്ടിരുന്നോളൂ. ഇവിടെ പൂജ കഴിഞ്ഞിട്ടുണ്ട്, ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് ഭഗവാനോട്. ധർമ്മപുത്രന്റെ ഗുരുപൂജ ഭീഷ്മ പർവ്വത്തിന്റെ തുടർച്ചയാണ്. നമ്മൾ ലാസ്റ്റ് ബുക്ക് കംപ്ലീറ്റ് ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന ഭീഷ്മ പർവ്വത്തിന്റെ തുടർച്ചയാണ് കേട്ടോ. നോക്കൂ, നിങ്ങൾക്ക് ആദ്യം ഹാരം ചാർത്താൻ കിട്ടിയില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ ആരും വിഷമിക്കരുത് കേട്ടോ. കാരണം കിച്ചൂടൻ എപ്പോൾ ഹാരം ചാർത്തിയാലും കിച്ചൂടൻ ഹാപ്പിയാണ്. ഇപ്പം കുറച്ച് ഇങ്ങനെ എന്താ പറയുക, കുറച്ച് ഹാരത്തിൻ്റെതൊക്കെ പെൻഡിങ് ആയിട്ടുണ്ടേ. അതൊക്കെ ഇനിയിപ്പം ചാർത്തിക്കൊണ്ട് വരും. അതാത് ദിവസം നിങ്ങളെ കോണ്ടാക്ട് ചെയ്യും. ചിലവരുടെ നമ്പേഴ്സ് ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം മറന്നില്ല മാതാജി, പ്രാർത്ഥനയുടെ ഒരു ബുക്ക് തന്നെ ഇവിടെ ഉണ്ട്, കിച്ചൂട്ടിൻ്റെ വികൃതികൾ, സത്യം. അപ്പം നിങ്ങളുടെ ഏതെങ്കിലും ചില നമ്പേഴ്സ് മാത്രം എനിക്ക് മിസ്സായിട്ടുണ്ട്, ഹാരത്തിൻ്റെത് അന്നദാനത്തിൻ്റെ ഒക്കെ. പക്ഷെ നിങ്ങൾ ദയവായി ലൈവ് കാണുക. അന്നദാനം നിങ്ങളുടേത് നമ്മൾ കൊടുത്തു എന്ന് കൺഫേം ചെയ്യാം. പിന്നെ അന്നന്ന് കൊടുക്കുന്നവരുടെ പേര് ഞാൻ അവിടെ നമ്മുടെ FBയിലിടും. പിന്നെ അതുപോലെ തന്നെ ഹാരത്തിൻ്റെത് FBയിൽ ഇടുന്നില്ല, കാരണം ഇങ്ങനെ മെസ്സേജുകൾ വരുമ്പോൾ അത് ബുദ്ധിമുട്ടല്ലേ. പക്ഷേ ഹാരത്തിൻ്റെത് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യും, ഇന്ന് നിങ്ങളുടെ ആണെന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ഞാനത് നോട്ട് ചെയ്ത് വേണ്ട പോലെ ചെയ്തേക്കാം. ധൃതി പിടിക്കരുത്, ഓരോരുത്തരുടെ മാറ്റി മാറ്റി ഇട്ടുകൊണ്ടിരിക്കും കേട്ടോ. ഹരേ കൃഷ്ണ. പിന്നെ കിച്ചൂട്ടൻ ഇനി മുതൽ പാലല്ല, പാൽപ്പായസമാണ് കൊടുക്കുന്നത്. നോക്കാം മാതാജി, പാൽപ്പായസമാണ് കേട്ടോ. കാരണം ഞാൻ അവിടുന്ന് നാട്ടിൽ നിന്ന് അരി വാങ്ങിച്ചിട്ട് വന്നു. പാല് വേണ്ട എന്നുള്ളൊരു തീരുമാനത്തിലായി. കിച്ചൂട്ടൻ ഇനി മുതൽ പാൽപ്പായസമാണ് കേട്ടോ. അപ്പം പാൽപ്പായസം ചെയ്യുമ്പോൾ നമ്മൾ പാല്, അരി,
പഞ്ചസാര എല്ലാം ചേർത്തിട്ട് പാൽപ്പായസമായിരിക്കും ഇനി കൊടുക്കുന്നത്. ഹരേ കൃഷ്ണ. ശ്രീ മഹാഭാരതത്തിൻ്റെ 2ാം ഭാഗം ഭീഷ്മപർവം തുടർച്ച. മെസ്സേജ് നോക്കാം, ഒരുപാട് മെസ്സേജ് ഉണ്ട്, നോക്കാം. ഈ 2 ദിവസത്തെ യാത്രയും കൂടി ആയപ്പോൾ ഒത്തിരി മെസ്സേജ് ഉണ്ട്, നോക്കി വരുന്നേ ഉള്ളൂ, ഒന്ന് ക്ഷമിക്കണേ എല്ലാവരും. ധർമ്മപുത്രൻ്റെ ഗുരുപൂജയെക്കുറിച്ചാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഭഗവാൻ കൃഷ്ണൻ യുദ്ധം തുടങ്ങുന്നതിന് മുൻപ് അർജുനന് ഉപദേശിച്ച ഭഗവത്ഗീത നമ്മൾ രാവിലെ പഠിക്കുന്നുണ്ടല്ലോ അല്ലേ. അർജുനന് ഉപദേശിച്ച ഭഗവത്ഗീത സർവശാസ്ത്രങ്ങളുടെയും സംക്ഷേപമാണെന്ന് നമുക്കറിയാം. എല്ലാ ശാസ്ത്രങ്ങളും എന്തിൽ അടങ്ങിയിട്ടുണ്ട്? ഭഗവത്ഗീതയിൽ അടങ്ങിയിട്ടുണ്ട്. സാക്ഷാത് പത്മനാഭന്റെ മുഖകമലത്തിൽ നിന്നും നിർഗളിച്ച ഗീത പോലെ പരിശുദ്ധമായിരിക്കുന്ന മറ്റൊരു ഗ്രന്ഥമില്ല. എന്താ പറഞ്ഞത്? സാക്ഷാൽ പത്മനാഭന്റെ മുഖകമലത്തിൽ നിന്നും, ഭഗവാന്റെ ആ ഒരു കമലം എന്ന് പറഞ്ഞ താമര, ആ ഒരു താമര പൂവായിരിക്കുന്ന മുഖത്തിൽ നിന്നും വന്നതുപോലെ ആ ഒരു ഗീത പോലെ പരിശുദ്ധമായിരിക്കുന്ന ഒരു ഗ്രന്ഥവും ഇല്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. മാക്സിമം ലൈവ് ഷെയർ ചെയ്യണേ. ഗീത, ഗംഗ, ഗായത്രി, ഗോവിന്ദൻ, ഈ 4 ഘരാങ്ങൾ ഹൃദയത്തിൽ ചേർന്നു നിന്നാൽ പിന്നെ പുനർജന്മമില്ലെന്നാണ് ആത്മവചനം. എന്തൊക്കെയാണ്? ഗീത, ഗംഗ, ഗായത്രി, ഗോവിന്ദൻ. ഈ 4 കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ പിന്നെ എന്താ പറയാ, നമുക്കൊരു പുനർജന്മം ഇല്ല. വെറുതെ നമ്മളെ വായിലുണ്ടായിട്ട് കാര്യമില്ല. ഈ 4ഉം നമ്മുടെ ഹൃദയത്തിലുണ്ടാവണം. പിന്നെ നമുക്ക് പുനർജന്മം ഇല്ല. ഭഗവാന്റെ അടുത്തേക്ക് എത്തി. വെറുതെ ഹൃദയത്തിലുണ്ടായാൽ മതിയോ? ഗോവിന്ദൻ, ഗംഗ, ഗായത്രി എന്നൊക്കെ പറഞ്ഞ് വെറുതെ ഉണ്ടായാൽ മതിയോ? 4 പേരുകളായിട്ട് അല്ല. അതിൻ്റെ അനിർവചനീയമായിരിക്കുന്ന സത്തയോടുകൂടി ഉണ്ടാവണം. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ ഒരിക്കലും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അത് പൂർണ്ണമായിട്ട് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവണം. ഗീത ഉണ്ടാവണം, ഗംഗ ഉണ്ടാവണം, ഗായത്രി ഉണ്ടാവണം, ഗോവിന്ദൻ ഉണ്ടായിരിക്കണം. ഈ 4 കാര്യങ്ങളും ഉണ്ടായിരിക്കണം. ആ 4 കാര്യങ്ങളും നമ്മുടെ ഹൃദയത്തിൽ വന്നാൽ പിന്നെ നമുക്ക് വിഷമിക്കേണ്ട, നമ്മൾ ടെൻഷൻ അടിക്കേണ്ട. നമുക്ക് ആരോടും ദേഷ്യം ഉണ്ടാവില്ല, ആരോടും വെറുപ്പുണ്ടാവില്ല, പ്രതികാരം ഉണ്ടാവില്ല, ആരെയും വേദനിപ്പിക്കില്ല, ആരെയും ഒറ്റപ്പെടുത്തില്ല, ആർക്കും ദ്രോഹം ചെയ്യില്ല. നമ്മൾ എന്ന് പറയുന്നൊരു വ്യക്തി ഈ ലോകത്തിൽ ജീവിച്ചാൽ ജീവിച്ചങ്ങനെ തീരും. അത്രയേ ഉള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നും ഉണ്ടാവില്ല. കേട്ടോ? ഒന്നും നമ്മൾ ടെൻഷൻ അടിക്കേണ്ടി വരില്ല. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഗീതയും ഗംഗയും ഗായത്രിയും ഗോവിന്ദനും നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവുക എന്ന് പറയുന്നത്. ഓക്കെ. ഈ 4 ഘകാരങ്ങൾ, 4ഉം ഗായിലാണ് തുടങ്ങുന്നത്. ഈ ഘകാരങ്ങൾ ഹൃദയത്തിൽ ചേർന്നു നിന്നാൽ പിന്നെ പുനർജന്മമില്ലെന്നാണ് ആത്മവചനം. അപ്പൊ ഈ 4 നമ്മൾ ഹൃദയത്തിൽ വെക്കണ്ടേ? ഗീത, ഗംഗ, ഗായത്രി, ഗോവിന്ദൻ. ഓക്കെ, മറക്കരുത് കേട്ടോ. ഇങ്ങനെ എല്ലാ ഉപനിഷത്തുകളും കടഞ്ഞെടുത്ത സാരസർവം നമുക്ക് നൽകിയതാണ് ആര്? അർജുനനെ നിമിത്തമാക്കിക്കൊണ്ട് ഗീതയിലൂടെ ഭഗവാൻ, അല്ലേ? ഈ ഒരു വലിയ മഹത് തത്വം നമുക്ക് ഭഗവാൻ നൽകി. അർജുനനെ ഒരു നിമിത്തമാക്കിക്കൊണ്ട് അർജുനനോട് ഗീതോപദേശിക്കുന്നു എന്ന് പറയുന്നതിനേക്കാൾ മുൻപേ മനസ്സിലാക്കണം, അർജുനനെ ഭഗവാൻ ഒരു നിമിത്തമാക്കിയിരിക്കുകയാണ്. എന്നിട്ടാണ് നമുക്ക് ഗീത ഉപദേശിച്ചു തന്നിരിക്കുന്നത് എന്ന്. കിച്ചൂട്ടന് വേണ്ടി എല്ലാവരും ലൈവ് ഷെയർ ചെയ്യില്ലേ? കിച്ചൂട്ടന് ഏറ്റവും ഇഷ്ടം പ്രചരണമാണ്. എല്ലാവരും ചെയ്യില്ലേ? ലൈവ് ഷെയർ ചെയ്യില്ലേ കിച്ചൂട്ടന് വേണ്ടിയിട്ട്? എന്നിട്ടോ സഞ്ജയൻ പറയാണ്, ഗീതോപദേശം കേട്ട അർജുനൻ, ഗീത ഉപദേശിച്ച് കേട്ടപ്പോൾ അർജുനൻ എന്താ ചെയ്തത്? വീണ്ടും ഗാന്ധീവം കയ്യിലെടുത്തു. അതുവരെ അർജുനൻ യുദ്ധം ചെയ്യുന്നില്ല, കൂടെ ഉള്ളവരൊക്കെ മരിച്ചു പോവും, റിലേറ്റീവ്സ് ആണ്, ഗുരുവാണ് എന്നൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു. അങ്ങനെ ഗീത ഒക്കെ ഞാൻ ഗീത എല്ലാട്ടും എടുക്കുന്ന മഹാഭാരതമാണേ, അതിൽ വന്നൊരു ഏട് സംസാരിക്കുകയാണ്. അങ്ങനെ സുമ മാതാജി പറയണേ, സീനിയോറിറ്റി അനുസരിച്ച് ചെയ്യണേ മാതാജി. ഹരേ കൃഷ്ണ. കിച്ചൂടന് മാല ഇടാൻ ഇവിടെ ബഹളമായി. കിച്ചൂട്ടാ എല്ലാവരെയും അനുഗ്രഹിക്കും കേട്ടോ. ആർക്കും ഒരു സങ്കടവും കൊടുക്കല്ലേ എൻ്റെ പൊന്ന് കിച്ചൂട്ടാ. കൂടെ ഉണ്ടാവണേ, ഞങ്ങൾക്ക് ആകെ ഒരു ആശ്രയം കിച്ചൂട്ടനാണ്, അല്ലേ? അപ്പം എന്താ പറയണത്? സഞ്ജയൻ പറഞ്ഞു തുടങ്ങുകയാണ്, നമ്മുടെ അർജുനൻ ഗാന്ധീവം കയ്യിലെടുത്തു. എപ്പം? ഗീത ഉപദേശിച്ച് കേട്ട് കഴിഞ്ഞപ്പം.
എന്നിട്ട് എന്താ പറഞ്ഞത്? അത് കണ്ട പാണ്ഡവപക്ഷത്തെ മഹാരഥന്മാരെല്ലാം അങ്ങ് സന്തോഷിച്ചു. അതുവരെ അർജുനൻ ഭയങ്കര ഡെസ്പായിരുന്നു, നമ്മളെ പോലെ. കിച്ചൂട്ടൻ ഇല്ലാത്ത ദിവസമൊക്കെ നമ്മൾ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു, കിച്ചൂട്ടനെ കാണാനില്ല, കിച്ചൂട്ടനെ കാണാനില്ല. കിച്ചൂട്ടൻ വന്നപ്പോൾ നമ്മളങ്ങ് സടകുടഞ്ഞ് എഴുന്നേറ്റു അല്ലേ? അതേപോലെ എന്താണ്, പാണ്ഡവപക്ഷത്തുള്ള എല്ലാവരും ഭയങ്കരം സന്തോഷവാന്മാരായി. കാരണം എന്താ? അർജുനൻ ഗാണ്ഡീവം അങ്ങോട്ട് കയ്യിലെടുത്തു. ഇനി അർജുനൻ യുദ്ധം ചെയ്യാൻ റെഡി ആയിരിക്കുകയാണ്. അർജുനൻ ആ ഗാണ്ഡീവം കയ്യിലെടുത്തു. സൈന്യങ്ങളും ഒക്കെ ആവേശം കൊണ്ടങ്ങ് ആർത്ത് വിളിക്കാൻ തുടങ്ങി. സൈന്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ആർത്ത് വിളിക്കുകയാണ്. അർജുനൻ യുദ്ധം തുടങ്ങാൻ പോവുകയാണെന്ന് കണ്ടപ്പോഴേക്കും സൈന്യങ്ങളൊക്കെ ഭയങ്കരം സന്തോഷത്തോടെ ആർത്ത് വിളിക്കാൻ തുടങ്ങി. ഭേരികളുടെയും ശംഖുകളുടെയും ഒക്കെ ശബ്ദം കേട്ടിട്ട് ആകാശത്തിലേക്ക് അങ്ങ് ഉയർന്നു പൊങ്ങി. ഭേരികളും മാതും മീതും ശംഖുവിളിയും ചെണ്ടയും എന്താ പറയാ, ഭയങ്കര ശബ്ദം അങ്ങോട്ട് തുടങ്ങി. അത് കേട്ടപ്പോ കൗരവന്മാർ എന്ത് ചെയ്തു? യുദ്ധം ആരംഭിച്ചു എന്നുള്ള സൂചിപ്പിച്ചുകൊണ്ട് വാദ്യഘോഷങ്ങൾ കൗരവന്മാരും അങ്ങോട്ട് മുഴക്കി. എന്തായാലും പാണ്ഡവന്മാർ ശബ്ദമൊക്കെ ഉണ്ടാക്കി തുടങ്ങി. അവരെന്തായാലും റെഡിയായി. അർജുനൻ ഗാണ്ഡീവൊക്കെ എടുത്തു. ഇനി ഞങ്ങളായിട്ട് അടങ്ങിയിരിക്കുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് കൗരവന്മാരെന്ത് ചെയ്തു? അവരും അങ്ങോട്ട് തുടങ്ങി. ശബ്ദമെല്ലാം അങ്ങ് ഭയങ്കരം ശബ്ദം, ശംഖുവിളിയും എല്ലാം കൂടെ ഈ കൗരവന്മാരും തുടങ്ങി. രണ്ട് ഭാഗവും യുദ്ധത്തിന് തയ്യാറായി നിൽക്കുമ്പോ ദേവന്മാരും ഗന്ധർവന്മാരും സിദ്ധന്മാരും ചാരണന്മാരും പിതൃക്കളും യുദ്ധം കാണാനുള്ള എന്താ പറയുന്നത്, ആ ഒരു ഭയങ്കരം സന്തോഷത്തോടെ ആകാശത്തിൽ അങ്ങ് വന്നു അല്ലേ സുമമാതാജി? എല്ലാവരും കൂടെ ആരൊക്കെ വന്നു? ഗന്ധർവന്മാര്, ദേവന്മാര്, സിദ്ധന്മാര്, ചാണരന്മാര്, കൂട്ടത്തിൽ പിതൃക്കളും ഉണ്ട്. എല്ലാവരും കൂടെ കൗരവന്മാരുടെയും പാണ്ഡവന്മാരുമായിട്ടുള്ള യുദ്ധം കാണാൻ അങ്ങ് ആകാശത്തിൽ അങ്ങ് നിരന്നങ്ങോട്ട് നിൽക്കണം. ഇങ്ങനെ സംഘർഷം ഇങ്ങനെ മുറ്റി നിൽക്കുകയാണ് ഭയങ്കരമായിട്ടല്ലേ. കൗരവ പാണ്ഡവ യുദ്ധമാണ് തുടങ്ങാൻ പോകുന്നത്. കിച്ചൂട്ടൻ വന്നപ്പോഴേക്കും യുദ്ധം ആരംഭിച്ചു. ഓക്കെ ഇല്ല, അത് റിഫ്ലക്ഷൻ ക്യാമറയിൽ അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നതാണ്. കറക്റ്റാണ്. ജയ മാതാജി. അങ്ങനെ സംഘർഷം അങ്ങ് നിൽക്കുന്ന സമയത്ത് ഈ സന്ദർഭത്തില് അപ്രതീക്ഷിതമായിട്ടൊരു വചനമുണ്ടായി. എന്താ ആ വചനം? ഒരു സംഭവമാണ് ഉണ്ടായത്. അപ്രതീക്ഷിതമായിട്ട് ഒരു സംഭവം ഉണ്ടായി. എന്താ സംഭവം? ധർമ്മപുത്രൻ പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ കവചമൊക്കെ അഴിച്ചു വെച്ചിട്ട് അമ്പും വില്ലും എല്ലാം ഉപേക്ഷിച്ച് തേരിൽ നിന്ന് ഇറങ്ങി കൗരവ സൈന്യന്മാരുടെ ആ മധ്യത്തിലേക്ക് നടന്നു പോകുന്നു. ആര്? ധർമ്മപുത്രര്. ഒരു പ്രതീക്ഷിക്കാത്ത സംഭവമാണ്. യുദ്ധം തുടങ്ങാൻ നിന്നപ്പോഴേക്കും കവചമൊക്കെ ഊരി വെച്ചിട്ട് എന്താണ്ടായേ? പെട്ടെന്ന് അങ്ങോട്ട് ധർമ്മപുത്രൻ കൗരവന്മാരുടെ അടുത്തേക്ക് നടന്നു പോവാണ്. എല്ലാവരും ഞെട്ടിപ്പോയി. എന്താ ഇപ്പൊ ധർമ്മപുത്രർ ഇങ്ങനെ കാണിക്കുന്നത്? ശത്രുക്കളിൽ നിന്ന് എന്താപത്തും വരും അല്ലേ? കൈ കിട്ടിയ അവർ വിടില്ല. പിന്നെ എന്താ ധർമ്മപുത്രർ ഇങ്ങനെ ചെയ്യുന്നത്? എല്ലാവരും ആശ്ചര്യപ്പെട്ടു. ഇത് തന്നെ തരമെന്ന് കരുതി കൗരവന്മാരൊരു പക്ഷേ കിട്ടിയ ചാൻസ് അല്ലേ മോനെ, നീ ഇങ്ങോട്ട് വന്നതല്ലേ, നിന്നെ ഇപ്പൊ തീർത്തു തരാന്ന് പറഞ്ഞുകൊണ്ട് കൗരവന്മാരൊരു പക്ഷെ ധർമ്മപുത്രരെ വധിക്കും. പറയാൻ പറ്റില്ല. നിരായുധനായിട്ട് ഒരു ആയുധവും കയ്യിലില്ലാതെ ഭീഷ്മരെ നോക്കിക്കൊണ്ട് നടക്കുന്ന ധർമ്മപുത്രരെ കണ്ട് ഭീമനും പാർത്ഥനും നകുലനും സഹദേവനും ഒക്കെ ഓടിച്ചെന്നു. ഒരായുധവും ഇല്ല, കവചവും ഇല്ല, ഒന്നുമില്ല ധർമ്മപുത്രരുടെ കയ്യിൽ. ഒന്നുമില്ലാതെ ഭീഷ്മരെ നോക്കിക്കൊണ്ട് ധർമ്മപുത്രര് പോവാണ്. ഇത് കണ്ടപ്പോഴേക്കും നമ്മുടെ പാർത്ഥനും നകുലനും സഹദേവനും ഒക്കെ കൂടെ ഭീമനും ഒക്കെ കൂടെ ഓടിച്ചെന്നു. എന്നിട്ട് ചോദിച്ചു, രാജാവേ, എന്താ അങ്ങയുടെ ഉദ്ദേശം? അങ്ങ് എവിടേക്കാ പോകുന്നതെന്നറിയാമോ? നമ്മുടെ ശത്രുപക്ഷത്ത് നിൽക്കുന്ന കൗരവന്മാരുടെ അടുത്തേക്കാ പോകുന്നത്. ഞങ്ങളെല്ലാം വിട്ടിട്ട് അങ്ങ് ഒറ്റയ്ക്ക് അങ്ങ് കാൽനടയായിട്ട് ശത്രുക്കളുടെ അടുത്തേക്കാണോ അങ്ങ് പോകുന്നത്? എന്താ അങ്ങ് ഈ കാണിക്കുന്നത്?
യുദ്ധസന്നദ്ധരായിട്ട് യുദ്ധത്തിന് തയ്യാറായി നിൽക്കുന്ന ശസ്ത്രപാണികളോടുകൂടി നിൽക്കുന്ന ശത്രുക്കൾക്കിടയിൽ നിന്ന് ആപത്തുണ്ടാവുന്നുള്ള കാര്യം അങ്ങേക്ക് അറിഞ്ഞൂടെ? അങ്ങത് പ്രതീക്ഷിക്കുന്നില്ലേ? എന്താണ് അങ്ങയുടെ ഭാവം? അത് ഞങ്ങളോടും കൂടി പറയൂ എന്നങ്ങ് പറഞ്ഞു. ഇത് കേട്ടപ്പോഴും യുധിഷ്ഠിരൻ ഒന്നും പറയാതെ മുന്നോട്ടേക്ക് ഇങ്ങനെ നടക്കുകയാണ്. കൃഷ്ണന് കാര്യങ്ങളെല്ലാം മനസ്സിലായി. കൃഷ്ണൻ ഇവരെ അങ്ങ് സമാധാനിപ്പിച്ചു. നിങ്ങൾ എന്തറിയുന്നു? ഗുരുജനങ്ങളെ പൂജിച്ച് അവരുടെ അനുമതി വാങ്ങിയിട്ട് വേണം യുദ്ധം തുടങ്ങാൻ. അതുകൊണ്ട് യുദ്ധം തുടങ്ങുന്നതിന് മുൻപ് ഭീഷ്മർ, ദ്രോണർ, കൃപർ, ശല്യർ എന്നിവരെ കണ്ട് വന്ദിച്ച് അനുമതി വാങ്ങാനാണ് ജ്യേഷ്ഠൻ പോകുന്നത്. അതിനുശേഷം അദ്ദേഹം യുദ്ധം ചെയ്യും. അങ്ങനെ അനുഗ്രഹം വാങ്ങാൻ പോകുന്ന ഒരാളിനെ നമ്മൾ തടയാൻ പാടില്ല. ധൈര്യമായിരിക്കും എന്ന് പറഞ്ഞു. പാണ്ഡവ സൈന്യങ്ങളൊക്കെ ഇങ്ങനെ സ്തംഭിച്ചു നിൽക്കുകയാണ്. കൗരവ സൈന്യം എന്തു ചെയ്തു? ധർമ്മപുത്രര് വരുന്നത് കണ്ടപ്പോഴേക്കും സന്തോഷത്തോടുകൂടി ആകാശം മുഴുവൻ കേൾക്കുമാറ് ആർത്തു വിളിച്ചു. കൗരവ ശക്തി കണ്ട് പേടിച്ച് ധർമ്മപുത്രൻ കീഴടങ്ങാൻ വരികയാണെന്നാണ് ആര് കരുതിയത്? കൗരവന്മാര് കരുതിയത്. പാണ്ഡവന്മാരില് ഭീമസേനനും അർജുനനും കീഴടങ്ങാൻ വരുന്നതിനാലാണ് അവർക്ക് ആശ്ചര്യം തോന്നിയത്. ധർമ്മപുത്രര് പോയപ്പം ഭീമനും അർജുനനൊക്കെ പിന്നാലെ ചെന്നതാണ്. പക്ഷേ കൗരവന്മാരെന്താ വിചാരിക്കുന്നത്? ഹോ, ഞങ്ങളുടെ ആ ഒരു ശക്തി കണ്ടിട്ട് ധർമ്മപുത്രൻ നിരായുധനായിട്ട് വരികയാണ് കീഴടങ്ങാൻ, കൂട്ടത്തിൽ ആ പാർത്ഥനും ഭീമനും ഉണ്ട്. ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് കൗരവ സൈന്യം ആകാശം കേൾക്കിയ രീതിയിൽ അങ്ങനെ ശബ്ദമുയർത്തുകയാണ്. ധർമ്മയുദ്ധമാണ് തുടങ്ങാൻ പോകുന്നത് കിച്ചൂട്ടൻ വന്ന ദിവസം. അങ്ങനെ ഇരിക്കെ ധർമ്മപുത്രന്റെ പേടിയും പാണ്ഡവന്മാരുടെ കീഴടങ്ങലിനെ പറ്റിയൊക്കെ കൗരവന്മാര് പരിഹാസത്തോടെ ഇങ്ങനെ പറയാണ്. കണ്ടോ, വലിയ വലിയ വീരവാദങ്ങൾ മുഴക്കിയ ആളാണ്, ഇപ്പൊ ദേ വരുന്നു, ചേട്ടനും അനിയന്മാരും വരട്ടെ വരട്ടെ എന്നും പറഞ്ഞ് അങ്ങനെ വലിയ വലിയ വീരവാദങ്ങൾ മുഴക്കാണ്. അതിനിടയിൽ ധർമ്മപുത്രൻ എന്ത് ചെയ്തു? അനുജന്മാരോടും കൃഷ്ണനോടും കൂടി നേരെ ഭീഷ്മരുടെ അടുത്ത് ചെന്നിട്ട് നമസ്കരിച്ചിട്ട് യുദ്ധം ചെയ്യാൻ ധർമ്മപുത്രര് അനുവാദം ചോദിച്ചു. അല്ലയോ പിതാമഹ, ഞങ്ങൾ അങ്ങയോട് എതിർക്കാൻ പോവുകയാണ്. ദയവായി അനുവാദം തന്നാലും ആശിസുകൾ നൽകി അനുഗ്രഹിച്ചാലും. ഇതാണ് ധർമ്മപുത്രൻ ചെയ്തത്. ഹരേ കൃഷ്ണാച്ച. ഭീഷ്മര് പറയാണ്, യുധിഷ്ഠിര, ഈ സന്ദർഭത്തിൽ നീ ഇപ്രകാരം വന്നതു നന്നായി. നീ എൻ്റെ സമീപത്ത് വന്നില്ലായിരുന്നു എങ്കിൽ യുദ്ധത്തിൽ തോറ്റുപോകുമാറ് ഞാൻ നിന്നെ ശപിച്ചേനെ. ഉണ്ണി, ഞാൻ നിന്നിൽ പ്രസാദിച്ചിരിക്കുന്നു. നിന്റെ എല്ലാ അഭീഷ്ടങ്ങളും യുദ്ധത്തിൽ സാധിക്കുമാറാകട്ടെ. നിനക്ക് തോൽവി പറ്റുന്നതല്ല. ഞാൻ കൗരവ പക്ഷത്ത് നിന്നും യുദ്ധം ചെയ്യാം. ആര് പറഞ്ഞു? ഭീഷ്മര് പറഞ്ഞു. അർത്ഥസ്യ പുരുഷോ ദാസോ ദാസത്വർസ്ഥോ ന കസ്യചിത് ഇതി സത്യം മഹാരാജ ബദ്ധോസ്മ്യർത്ഥേന കൗരവഃ. പുരുഷൻ അർത്ഥത്തിനു ദാസനാണ്, അർത്ഥം ആർക്കും ദാസനല്ല. ഞാൻ സത്യമാണ് പറയുന്നത്. എന്നെ കൗരവന്മാർ അർത്ഥത്താൽ ബന്ധിച്ചിരിക്കുന്നു. അതുകൊണ്ട് യുദ്ധമൊഴികെ നീ മറ്റെന്താണ് എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നതെന്ന് പറയുക. ആരാ പറഞ്ഞത്? ഭീഷ്മർ പറയാണ്. എന്താ പറഞ്ഞത്? രാധാ മാതാജി മഞ്ജരീസ് നമ്പറിലേക്ക് മെസ്സേജ് ഇട്ടു കേട്ടോ. പുരുഷൻ അർത്ഥത്തിനു ദാസനാണ്, അർത്ഥം ആർക്കും ദാസനല്ല. ഞാൻ സത്യമാണ് പറയുന്നത്. ഭീഷ്മർ പറയാണ്, എന്നെ കൗരവന്മാർ അർത്ഥത്താൽ ബന്ധിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് യുദ്ധമൊഴികെ നീ എന്നിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നതെന്ന് പറയൂ ധർമ്മപുത്ര എന്ന് പറഞ്ഞു. അപ്പം ധർമ്മപുത്രൻ പറയാണ്, പിതാമഹ, അങ്ങ് ശാസ്ത്രപാണിയായി യുദ്ധം ചെയ്യുമ്പോൾ ശത്രുക്കൾക്ക് എങ്ങനെയാണ് വിജയം സിദ്ധിക്കുക?
അങ്ങയെ ജയിക്കുവാൻ ഈ 3 ലോകങ്ങളിലും ആരുമില്ലല്ലോ. അതുകൊണ്ട് ശത്രുക്കൾ എങ്ങനെയാണ് അങ്ങയെ ജയിക്കേണ്ടതെന്ന് പറഞ്ഞു തന്നാലും അതിനുള്ള ഉപായം അങ്ങേക്ക് മാത്രമേ അറിയുകയുള്ളൂ. അടിപൊളി ചോദ്യം അല്ലേ? അദ്ദേഹം എന്താ പറഞ്ഞത്? ഞാൻ ശത്രുപക്ഷത്താണ്. ഭീഷ്മർ പറഞ്ഞു, ഞാൻ ഇവിടെ നിന്ന് യുദ്ധം ചെയ്യും, നിനക്ക് വിജയം ലഭിക്കുന്നു. ഭീഷ്മർ ഇത് പറഞ്ഞപ്പം യുദ്ധമൊഴികെ നീ വേറെ എന്ത് വേണമെങ്കിലും ചോദിച്ചോളാൻ പറഞ്ഞു ഭീഷ്മർ. ധർമ്മപുത്രന്റെ ചോദ്യം കേട്ടോ? എന്താണ്? അങ്ങയെ തോൽപ്പിക്കാൻ 3 ലോകങ്ങൾക്കും ആർക്കും സാധിക്കില്ല. അപ്പൊ എങ്ങനെയാണ് അങ്ങയുടെ ശത്രുപക്ഷമായിരിക്കുന്ന പാണ്ഡവർ ജയിക്കുക? അസാധ്യമാണ്. എന്നാൽ എങ്ങനെയാണ് ഞങ്ങൾ അങ്ങയെ ജയിക്കേണ്ടത് എന്ന ഉപായം അങ്ങ് പറഞ്ഞു തരൂ എന്ന്. കടിച്ച പാമ്പിനെ കൊണ്ട് വിഷമിറക്കിക്കാന്ന് കേട്ടിട്ടില്ലേ? അയ്യോ, കാണിച്ചു ദീപ മാതാജി. ക്ലാസ് സ്റ്റാർട്ട് ചെയ്തപ്പം തന്നെ കാണിച്ചു. നമ്മുടെ ഈ ക്ലാസ് കഴിയുമ്പോൾ മാതാജി ഒന്ന് നോക്കിക്കോളൂ. അപ്പോൾ എന്താ പറഞ്ഞത്? അങ്ങയെ ജയിക്കാനുള്ള ഉപായം അങ്ങ് പറഞ്ഞതാണ്. സോ സിമ്പിൾ അല്ലേ? ശത്രുവിനെ ജയിക്കാനുള്ള ഉപായം ശത്രു തന്നെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വേറെ ടെൻഷനൊന്നും അടിക്കേണ്ട കാര്യമില്ല. ഭീഷ്മർ പറയാണ്, ശരിയാണ് ഉണ്ണി, എന്നെ പോരിൽ ജയിക്കുവാൻ ആർക്കും സാധിക്കുകയില്ല. എനിക്ക് മരിക്കുവാനുള്ള സമയവുമായിട്ടില്ല. അതുകൊണ്ട് നീ വീണ്ടും എൻ്റെ അടുത്ത് വരിക, അപ്പോൾ ഞാൻ ഉപദേശിച്ചു തരാം. അങ്ങനെ ഭീഷ്മരുടെ അനുഗ്രഹവും വാങ്ങി യുധിഷ്ഠിരൻ എന്തു ചെയ്തു? ദ്രോണൻ, കൃപൻ, ശല്യർ എന്നിവരുടെ അടുത്ത് പോയിട്ട് പ്രണാമത്തോടുകൂടി വന്ദിച്ച് യുദ്ധത്തിനുള്ള അനുവാദം വാങ്ങിച്ചു. അവരും യുദ്ധത്തിൽ ജയം ലഭിക്കാൻ വേണ്ടി ധർമ്മപുത്രരെ അനുഗ്രഹിച്ചു. എല്ലാവരും അർത്ഥദാസന്മാരായതുകൊണ്ട് തന്നെ അവർ കൗരവപക്ഷത്ത് നിന്ന് യുദ്ധം ചെയ്യാൻ ശരിക്കും പറഞ്ഞാൽ നിർബന്ധിതരായിപ്പോയതാണ്. മനസ്സിലായില്ലേ? അവരൊരിക്കലും ഇഷ്ടമുണ്ടായിട്ടല്ല കൗരവപക്ഷത്ത് നിന്നത്, പക്ഷെ അവർ നിർബന്ധിതരായി പോയി. ഭീഷ്മരും ദ്രോണരും കൃപരും ശല്യരും ഒക്കെ നിർബന്ധിതരായി പോയി കൗരവപക്ഷത്ത് നിന്നുകൊണ്ട് പാണ്ഡവരോട് യുദ്ധം ചെയ്യാൻ. അപ്പൊ ദ്രോണര് പറയാണ്, യഥോ ധർമ്മസ്ഥ കൃഷ്ണ യഥാ കൃഷ്ണസ്തോ ജയ യുദ്ധസ്വഗച്ഛ കൗന്ദേയ പൃച്ഛാമാം ഖീ ഭ്രമീബീധേ എന്ന് പറഞ്ഞാൽ, ധർമ്മമുള്ളിടത്ത് കൃഷ്ണനുണ്ട്, കൃഷ്ണനുള്ളിടത്ത് ജയവുമുണ്ട്. അതുകൊണ്ട് സംശയം കൂടാതെ പോയി യുദ്ധം ചെയ്യൂ. എന്താ പറയുന്നത്? ധർമ്മം എവിടെയുണ്ട് അവിടെ കൃഷ്ണനുണ്ട്, കൃഷ്ണനുള്ളിടത്ത് ജയവുമുണ്ട്. അതുകൊണ്ട് യാതൊരു സംശയവും വേണ്ട, പോയി യുദ്ധം ചെയ്യൂ എന്ന് പറഞ്ഞു. ഇങ്ങനെ ഗുരുക്കന്മാരുടെ അനുഗ്രഹമൊക്കെ നേടി അനുജന്മാരോടും കൃഷ്ണനോടും കൂടി മടങ്ങി വരുമ്പോ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ഹേ വീരന്മാരെ, ആർക്കെങ്കിലും ഞങ്ങളുടെ ഭാഗത്ത് വരണമെന്നുണ്ടെങ്കിൽ വരാവുന്നതാണ്. അവരെ സ്വീകരിക്കാൻ ഞങ്ങൾക്ക് സന്തോഷമേയുള്ളൂ. ധർമ്മപുത്രന്റെ ഈ സംസാരം കേട്ടപ്പോൾ ധൃതരാഷ്ട്രരുടെ മകനായിരിക്കുന്ന യുയുത്സു ഓടി വന്നിട്ട് പാണ്ഡവന്മാരുടെ അടുത്ത് കൂടി. എന്താ പറഞ്ഞത്? ധർമ്മപുത്രർ ഇത് പറഞ്ഞപ്പോഴേക്കും ധൃതരാഷ്ട്രരുടെ മകൻ കൗരവ ഭാഗത്ത് നിന്ന് യുയുത്സു ഓടി വന്നിട്ട് എന്താ ചെയ്തത്? പാണ്ഡവന്മാരുടെ കൂടെ കൂടി. ഉടനെ പാണ്ഡവന്മാർ എന്ത് ചെയ്തു? അദ്ദേഹത്തെ അങ്ങ് സ്നേഹത്തോടെ സ്വീകരിച്ചു. കൗരവന്മാരുടെ ശ്രാദ്ധമൂട്ടുവാൻ ഒരാളെങ്കിലും ഇരിക്കട്ടെ എന്നാണ് ധർമ്മപുത്രർ പറഞ്ഞത്. എന്താ പറഞ്ഞത്? നിങ്ങളെല്ലാവരെയും ഞങ്ങൾ വധിക്കും. അപ്പം കൗരവന്മാർക്ക് വേണ്ടിയിട്ട് ശ്രാദ്ധം, പിണ്ടോദക ക്രിയ ചെയ്യാൻ ഒരാളെങ്കിലും വേണമെന്നാണ് ധർമ്മപുത്രൻ ഉദ്ദേശിച്ചത്. ധർമ്മപുത്രന്റെ ഈ ഒരു പൂജ കണ്ടിട്ട്, എടുത്തുചാട്ടമില്ലാതെ ധർമ്മപുത്രർ ചെയ്ത ഈ ഒരു മഹനീയമായ കാര്യം കണ്ടപ്പോഴേക്കും എല്ലാവരും അദ്ദേഹത്തെ അങ്ങ് പ്രശംസിച്ചു. ധർമ്മപുത്രര് തിരിച്ചു വന്നിട്ട് എന്താ ചെയ്തത്? കവചമൊക്കെ എടുത്തിട്ട് അസ്ത്രങ്ങളും ധരിച്ച് തേരിലേറി യുദ്ധസന്നദ്ധനായിട്ട് അങ്ങോട്ട് നിന്നു. ഉടനെ തന്നെ വലിയ 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 പെരുമ്പറകളും മറ്റു വാദ്യങ്ങളും എല്ലാം മുഴങ്ങാൻ തുടങ്ങി. യുദ്ധം തുടങ്ങാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളുമായി. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, എന്താണ്? നമ്മൾ എപ്പോഴും ഗുരുജനങ്ങളെ വണങ്ങണം എന്നാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ഓക്കെ, ഗുരുജനങ്ങളെ വണങ്ങണം, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ നമ്മൾ എന്ത് ചെയ്യരുത്? ഒരിക്കലും നമ്മൾ
അഹങ്കാരത്തോടുകൂടി ഒന്നും ചെയ്യരുത് എന്നാണ് പറയുന്നത്. ഓക്കെ, ഒരു മിനിറ്റ്. അങ്ങനെ എന്താണ് ഇനി അടുത്ത ചാപ്റ്റർ എന്തായിരിക്കും? ധർമ്മപുത്രർ മടങ്ങി വന്നിട്ട് കവചങ്ങളും എല്ലാം അണിഞ്ഞ് അസ്ത്രങ്ങളൊക്കെ എടുത്ത് ധരിച്ച് തേരിൽ കയറി യുദ്ധസന്നദ്ധനായി നിന്നിട്ട് ഉടനെ വലിയ പെരുമ്പറകളും മറ്റ് വാദ്യങ്ങളും ഒക്കെ മുഴങ്ങി ഒന്നാം ദിവസത്തെ യുദ്ധം ആരംഭിക്കുകയാണ്. യുദ്ധം തുടങ്ങാൻ പോവാണ്. ഒന്നാം ദിവസത്തെ യുദ്ധം. രണ്ട് സൈന്യങ്ങളും വ്യൂഹമെല്ലാം എടുത്ത് അണിനിരന്ന് നിൽക്കുകയാണ് യുദ്ധത്തിനായിട്ട്. അങ്ങനെ ഇരിക്കെ ഭയങ്കരമായ ശബ്ദകോലാഹലത്തിനിടയിൽ എതിർപ്പങ്ങട് തുടങ്ങി. കാലാൾ സൈന്യം കാലാൾ സൈന്യത്തോടും തേര് തേരിനോടും കുതിര കുതിരകളോടും ആനകൾ ആനകളോടും അങ്ങ് ഏറ്റുമുട്ടി. ഭയങ്കരമായിട്ടൊരു ഏറ്റുമുട്ടൽ. ആനയും ആനയും തമ്മിൽ യുദ്ധം ചെയ്യുന്നു, തേരും തേരും തമ്മിൽ യുദ്ധം ചെയ്യുന്നു, കാലാൾ കാലാൾമാരോട് യുദ്ധം ചെയ്യുന്നു. ഭയങ്കരമായിട്ട് പൊടിപടലങ്ങളെല്ലാം പറന്ന് ഒരു രക്ഷയുമില്ലാത്ത വിധത്തിൽ യുദ്ധം അങ്ങോട്ട് തുടങ്ങി.
എല്ലാവരിലും ആ യുദ്ധത്തിൻ്റെ ഒരു ആവേശം കാണാമായിരുന്നു. ആരൊക്കെ തമ്മിൽ? പാണ്ഡവരും കൗരവന്മാരും തമ്മിൽ ധർമ്മയുദ്ധത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഭീമസേനന്റെ ആ വലിയ അട്ടഹാസം എല്ലാ ശബ്ദങ്ങളുടെയും മുകളിൽ അങ്ങ് പൊങ്ങാൻ തുടങ്ങി. സൂര്യനെ കൂടി മറയ്ക്കുന്ന രീതിയിൽ അസ്ത്രങ്ങൾ ആകാശം മുഴുവൻ അങ്ങ് മൂടി. ഗംഭീരമായിട്ട് അസ്ത്രങ്ങൾ അങ്ങനെ മൂടിയിരിക്കുകയാണ്. സൂര്യനെ പോലും കാണാൻ പറ്റാത്ത അത്രയും അസ്ത്രങ്ങൾ ആകാശത്തിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങ് എയ്യാൻ തുടങ്ങിയിരിക്കുന്നു. ദുര്യോധനൻ പറഞ്ഞതനുസരിച്ച് കൗരവ പക്ഷത്തിലുള്ള യോദ്ധാക്കൾ എല്ലാവരോടും വീറോടുകൂടി അങ്ങോട്ട് യുദ്ധം ചെയ്യാണ്. ഭീഷ്മരുടെ ആ ഒരു ശംഖനാദം എല്ലാവർക്കും ആവേശം പകർന്നു. ഭീഷ്മർ എന്തു ചെയ്തു? ഉടനെ തന്നെ ശംഖ് വിളിക്കാൻ തുടങ്ങി. എന്തിനു വേണ്ടിയിട്ട്? യുദ്ധം ഒരു തരത്തിലും വിട്ടുപോവരുത്. ആ ശംഖനാദം തുടങ്ങിയതോടുകൂടി എന്താ ഉണ്ടാവുന്നത്? ഭീഷ്മര് ശംഖ് വിളിച്ചപ്പോഴേക്കും കൗരവന്മാരും യുദ്ധം ശരിക്കും അങ്ങോട്ട് പിടിമുറക്കി. ഭീഷ്മരുടെ ആ ഒരു ശംഖായിരുന്നു ആ കൗരവന്മാരെ കൂടെ ഭയങ്കരമായിട്ട് ശക്തമാക്കിയത്. കാരണം എന്താണ്? ഭീഷ്മരാണ് അവർക്കൊരു വലിയൊരു പ്രചോദനം എന്ന് പറയുന്നത്. ആ ശംഖനാഥമാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം കുറിക്കുന്നത്. എന്നിട്ടോ തീവ്രമായിരിക്കുന്ന സംഘടനമാണ് ഉണ്ടാവുന്നത്. തീവ്രമായ സംഘടനം, നാശനഷ്ടങ്ങൾ രണ്ടു ഭാഗത്തും പോരോട് പോര്, ഇഞ്ചോടിഞ്ച് അവർ ഏറ്റുമുട്ടുകയാണ്. ഒരു രക്ഷയുമില്ലാത്ത രീതിയിൽ ഇഞ്ചോടിഞ്ച് യുദ്ധം നടക്കുകയാണ്. ഭീഷ്മർ എന്ത് ചെയ്തു? അർജുനന്റെ നേരെ കാലദണ്ഡം പോലെയുള്ള വില്ലുകള്, അങ്ങനെയുള്ള വില്ലുകളാണ് എതിർക്കുന്നത്. എന്താണ്? കാലദണ്ഡം പോലെയുള്ള വില്ലുകൾ എടുത്തിട്ട് ഭീഷ്മർ അർജുനന്റെ നേരേക്ക് എയ്യാണ്. അർജുനൻ എന്താ ചെയ്യുന്നത്? വിശ്വവിശുദ്ധമായിരിക്കുന്ന ഗാണ്ഡീവം എടുത്തിട്ട് ഭീഷ്മരുടെ നേരെയും തിരിച്ചിടാണ് അർജുനൻ. വിട്ടുകൊടുക്കുന്നില്ല. എന്നാൽ ആർക്കും ആരെയും ഇളക്കാൻ സാധിക്കുന്നില്ല. കാരണം എന്താ? അതിഭീകരമായിരിക്കുന്ന യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. വില്ലാളിയായിരിക്കുന്ന സാത്വികിയും കൃതവർമാവും തമ്മിലുള്ള യുദ്ധം എന്ന് പറഞ്ഞാൽ ഭയങ്കര യുദ്ധം. സാത്വികിയും കൃതവർമാവും തമ്മിൽ പോരോട് പോരായിട്ട് ഇഞ്ചോടിഞ്ച് ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. കോസല രാജാവ് എന്ത് ചെയ്ത്? അഭിമന്യുവുമായിട്ട് പോരാടിയിട്ട് അഭിമന്യുവിന്റെ കുതിരകളെയും തേരാളിയെല്ലാം താഴേക്കിട്ടു. കോസല രാജാവ് ചെന്ന് അഭിമന്യുവിന്റെ കുതിരയും തേരും എല്ലാം വീഴ്ത്തി താഴേക്കിട്ടു. പക്ഷേ അഭിമന്യു എന്ത് ചെയ്ത്? വീണ്ടും വന്നിട്ട് കോസല രാജാവിനോട് പകരം വീട്ടുകയാണ്. ഗദ കൊണ്ട് വിദഗ്ധരായിരിക്കുന്ന, ഗദയിൽ ഭയങ്കര വിദഗ്ധനാണ് ആര്? നമ്മുടെ ദുര്യോധനനും ഭീമനും എടുത്തിട്ട് ഗദ കൊണ്ട് അങ്ങോട്ട് രണ്ടാളും ഏറ്റുമുട്ടാണ്. വിട്ടുകൊടുക്കുന്നില്ല ഗദ കൊണ്ടുള്ള പ്രഹരം. എന്നാൽ രണ്ടുപേർക്കും ജയിക്കാൻ സാധിക്കുന്നില്ല. ദുര്യോധനനും സാധിക്കുന്നില്ല, ഭീമനും സാധിക്കുന്നില്ല. ശക്തിയായിട്ട് അങ്ങോട്ട് യുദ്ധം ചെയ്യാണ്. അതുപോലെ തന്നെ ആര്? ദുശാസനനും നകുലനും തമ്മിൽ ഒരു സ്ഥലത്ത് യുദ്ധം ചെയ്യുന്നു. ദുർമുഖനും സഹദേവനും തമ്മിൽ ഏറ്റുമുട്ടുന്നു. യുധിഷ്ഠിരനും മദ്രരാജാവും തമ്മിൽ ഏറ്റുമുട്ടുന്നു. ദൃഷ്ടദ്യുമ്നനും ദ്രോണനും തമ്മിൽ ഏറ്റുമുട്ടുന്നു. ഇങ്ങനെ അവരവർക്ക് അനുരൂപന്മാരായിരിക്കുന്ന ഒരേപോലെ ശക്തിയുള്ള ആളുകളോട്, നല്ല എതിരാളികളോട് വീറോടും വാശിയോടും കൂടി യുദ്ധം ചെയ്തിട്ട് ശിഖണ്ഡിയും അശ്വത്ഥമാവും തമ്മിൽ ഉഗ്രമായിരിക്കുന്ന സംഘടനം നടക്കുകയാണ്. തിരിഞ്ഞു നോക്കുമ്പോൾ ശിഖണ്ഡിയും അശ്വത്ഥമാവും ഒരു രക്ഷയില്ല, നല്ല രീതിയിൽ യുദ്ധം ചെയ്യണം. അത് എല്ലാവരുടെയും ശ്രദ്ധയെ, ദേവന്മാരൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അശ്വത്ഥമാവും നമ്മുടെ ശിഖണ്ഡിയും തമ്മിലുള്ള യുദ്ധം, ഭയങ്കര യുദ്ധം നടക്കുകയാണ്. രണ്ട് ഭാഗത്തുള്ള വീരന്മാര് ആർത്തട്ടഹസിക്കുകയാണ്. ഉഗ്രമായിരിക്കുന്ന സംഘട്ടനത്തില് പലരുടെയും കൈമുറിയുന്നു, കാലുമുറിയുന്നു, ഇളകാൻ വയ്യാതെ യുദ്ധക്കളത്തിൽ അവർ വീണു പോകുന്നു. പലരുടെ ആനകൾ ഇങ്ങനെ കുത്തേറ്റിട്ട് കുതിരകളുടെ കാലിൻ്റെ അടിയിലൊക്കെ പെട്ടിട്ട്, തേരുകളുടെ ചക്രങ്ങളുടെ അടിയിലൊക്കെ പെട്ടിട്ട് ഇങ്ങനെ മരിച്ചു വീഴുന്നു. ആനകളാണെങ്കിൽ കുന്തം കൊണ്ട് ആനകളുടെ വയറിന് കുത്തിയിട്ട് തുളഞ്ഞ് ചത്ത് വീഴാണ് ആനകൾ. സഹിക്കാൻ പറ്റാതെ ചോരയൊലിച്ച ആനകൾ ഇങ്ങനെ മലന്ന് കിടക്കുകയാണ് ചത്തിട്ട്. ആകെയുള്ള ഒരു തിക്കിലും തിരക്കിലും ഒക്കെ പെട്ടിട്ട്
ആരാണ് സ്വന്തമെന്നോ എതിരാളി ആരാണെന്നോ അവനവൻ്റെ കൂടെ യുദ്ധം ചെയ്തുകൊണ്ടിരുന്നത് ആരാണെന്നോ ആർക്കും തിരിച്ചറിയാൻ പോലും പറ്റാത്തത്ര പൊടിയും അതും ഇതും എല്ലാം കൊണ്ട് യുദ്ധത്തോട് യുദ്ധം നടക്കുകയാണ്. ഭീഷ്മരുടെ മുമ്പിൽ പെട്ട പാണ്ഡവപ്പട ശരവേഗത്തിലാണ് തടുക്കാൻ കഴിയാതെ ചിന്നിച്ചിതറി ഓടുന്നത്. ഭീഷ്മരുടെ മുമ്പിലേക്ക് പാണ്ഡവ സൈന്യം പെട്ടതോടുകൂടി പാണ്ഡവ സൈന്യങ്ങൾ അങ്ങോട്ട് ചിന്നിച്ചിതറി ഓടുകയാണ്. കാരണം ഭീഷ്മരെ പിടിയിൽ കിട്ടിയ രക്ഷയില്ല. അപ്പോ മഞ്ഞ കുതിരകളെ പൂട്ടിയ ഒരു തേര്, നല്ല മഞ്ഞ കുതിരകളെ പൂട്ടിയ തേരില് അഭിമന്യു അങ്ങോട്ട് ചാടി കയറിയിട്ട് ഭീഷ്മരോട് എതിരിടാണ്. അഭിമന്യു യുദ്ധത്തില് ഭീഷ്മരെ കാത്തു രക്ഷിക്കാൻ വേണ്ടിയിട്ട് ദുര്യോധനൻ 5 പേരെ നിയോഗിച്ചു വെച്ചിട്ടുണ്ട്. ദുർമുഖൻ, കൃതവർമാവ്, ശല്യൻ, കൃപൻ, വിവിംശതി, ഇങ്ങനെ 5 പേരാണ് ഭീഷ്മർക്ക് ചുറ്റും നിൽക്കുന്നത്. അപ്പം നല്ല മഞ്ഞ കളറുള്ള കുതിരകളെ പൂട്ടിയ തേരിലേക്ക് അഭിമന്യു ചാടി കയറി നേരെ കുതിരകളെയും വലിച്ചുകൊണ്ട് ഭീഷ്മരുടെ നേരേക്ക് പോവാണ്. 5 പേരും ഭീഷ്മരുടെ ചുറ്റിലുണ്ട്. ആ 5 പേരെയും നിൽക്കുകയാണ് അഭിമന്യു ഭീഷ്മരോട് അങ്ങോട്ട് ഏറ്റുമുട്ടുന്നത്. നല്ല ശക്തനാണെങ്കിലും ശരി, അഭിമന്യുവിൻ്റെ ആ ഒരു പരാക്രമണം കണ്ടപ്പോഴേക്കും എല്ലാവരും ഞെട്ടിപ്പോയി. കൂട്ടുകാരോടുകൂടി വന്നിട്ട് കൂട്ടത്തിൽ വന്നിട്ട് എതിരിടുന്ന അഭിമന്യുവിനെ തടുത്തു നിർത്താൻ എല്ലാവരും ശ്രമിച്ചു അഭിമന്യുവിനെ തടുത്തു നിർത്താൻ. പക്ഷേ എന്താ ചെയ്തത്? കൂർത്തുമൂർത്ത ശരങ്ങൾ എടുത്തിട്ട് അവൻ ചുറ്റിനുള്ള എല്ലാവരെയും കുത്തിക്കളഞ്ഞു. അഭിമന്യു എന്ത് ചെയ്ത്? നല്ല കൂർത്ത ശരം എടുത്തിട്ട് അഭിമന്യുവിനെ തടുക്കാൻ വന്ന എല്ലാവരെയും ഞാൻ അങ്ങോട്ട് കുത്തി. അഭിമന്യു തീക്ഷ്ണമായിരിക്കുന്ന ആ ഒരു ശരം കൊണ്ട് ദുർമുഖൻ എന്തു ചെയ്തു? സൂതന്റെ തല മുറിച്ചങ്ങ് താഴേക്കിട്ടു. മറ്റൊരു ശരം കൊണ്ട് കൃപന്റെ പൊന്ന് കെട്ടിച്ച വില്ലങ്ങോട്ട് അഭിമന്യു തകർത്ത് കളഞ്ഞു. ഭീഷ്മരുടെ നേരെ 9 ശരങ്ങൾ എടുത്തിട്ട് ഒന്നിച്ചയച്ചിട്ട് അഭിമന്യു പറഞ്ഞു, ധൈര്യമുണ്ടെങ്കിൽ എതിർക്കടാന്ന് പറഞ്ഞു. ഒരു രക്ഷയില്ല. ധൈര്യം ഉണ്ടെങ്കിൽ എതിർത്തോളാൻ പറഞ്ഞു അഭിമന്യു. ഭീഷ്മരുടെ നേരെ 9 ശരമാണ് വിട്ടത്. അഭിമന്യുവിൻ്റെ ആ ഒരു യുദ്ധപാടവം കണ്ടിട്ട് എല്ലാവരും ഞെട്ടി നിൽക്കാണ്. ദേവന്മാരെന്തു ചെയ്തു? അഭിമന്യുവിൻ്റെ ആ ഒരു അസ്ത്രം വിടുന്ന ആ ഒരു ശക്തി കണ്ടിട്ട് ദേവന്മാരെല്ലാം സ്തുതിക്കാൻ തുടങ്ങി. ഒന്നിച്ചെതിർക്കുന്ന എല്ലാവരുടെ നേരെയും അഭിമന്യു മഹാത്ഭുതം പോലെയാണ് ശരങ്ങൾ വിട്ടുകൊണ്ടിരിക്കുന്നത്. ഭീഷ്മരുടെ വില്ലിൽ നിന്ന് വരുന്ന ശരങ്ങളെ എല്ലാം അഭിമന്യു എന്ത് ചെയ്തു? തിരിച്ച് അഭിമന്യു ശരം വിട്ടിട്ട് ഭീഷ്മരുടെ എല്ലാ ശരങ്ങളെയും താഴെയിട്ടു. ഭീഷ്മരുടെ ധ്വജമെടുത്ത് ഭീഷ്മരങ്ങ് ഉപയോഗിച്ചപ്പോഴേക്കും 9 ശരങ്ങൾ എടുത്തിട്ട് അഭിമന്യു തിരിച്ചയച്ചു. അങ്ങനെ ആ 9 ശരങ്ങൾ അങ്ങോട്ട് വിട്ടപ്പോഴേക്കും ജനങ്ങളെല്ലാം ആർത്തു വിളിക്കാൻ തുടങ്ങി. ഭീമസേനൻ സന്തോഷം കൊണ്ട് അലറി വന്നിട്ട് അഭിമന്യുവിനെ അങ്ങ് അഭിനന്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. അഭിമന്യു സഭാഷ് സഭാഷ് എന്നും പറഞ്ഞുകൊണ്ട് ഭീമസേനൻ അങ്ങ് ആർത്തു വിളിക്കുകയാണ്. ദേഷ്യം വന്നിട്ട് ഭീഷ്മരുടെ കണ്ണൊക്കെ അങ്ങോട്ട് ചുമന്ന് ഭീഷ്മരെന്ത് ചെയ്തു? ഒരുപാട് ദിവ്യാസ്ത്രങ്ങൾ എടുത്ത് അങ്ങോട്ട് പ്രയോഗിച്ച് ശരസഹസ്രം കൊണ്ട് അഭിമന്യുവിനെ അങ്ങ് മൂടിക്കളഞ്ഞു. ചുറ്റിനും ശരങ്ങൾ, ഭീഷ്മർ വിട്ട ശരങ്ങൾ കൊണ്ട് അഭിമന്യുവിനെ അങ്ങ് മൂടിക്കളഞ്ഞു. ആ സമയത്ത് പാണ്ഡവ സൈന്യത്തിലെ 10 മഹാരഥന്മാര് അഭിമന്യുവിന്റെ രക്ഷയ്ക്കായിട്ട് അങ്ങോട്ട് തേരോടിച്ച് അങ്ങോട്ട് വന്നു. വിട്ടില്ല, ശരിക്കും തേരോടിച്ച് എന്ത് ചെയ്തു? വരികയാണ്. അഭിമന്യുവിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഭീഷ്മരുടെ ആ ഒരു സൈന്യത്തിൽ നിന്ന്, ഭീഷ്മരുടെ ആ ഒരു വലിയ ഭയങ്കരമായിരിക്കുന്ന ആ തേരിൽ നിന്ന് അഭിമന്യുവിനെ രക്ഷിക്കാൻ വേണ്ടി മാത്രം ആരാ വരുന്നത്? നമ്മുടെ അഭിമന്യുവിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് മഹാരഥന്മാരങ്ങോട്ട് വരികയാണ്. ഒരു രക്ഷയില്ല. ആ സമയത്താണ് എന്തുണ്ടാവുന്നത്? നമ്മുടെ അഭിമന്യുവിനെ അങ്ങോട്ട് മൂടി വെച്ചിരിക്കുന്നത്. ഭയങ്കരമായിട്ട് തേരോടിച്ച് വരികയാണ്, ശക്തിയോടുകൂടി വരികയാണ്.
അഭിമന്യുവിന്റെ രക്ഷയ്ക്കായിട്ട് തേരോടിച്ച് പറന്നു വരികയാണ്. പാണ്ഡവ സൈന്യത്തിൽ നിന്ന് 10 മഹാരഥന്മാര്, വിരാട് പുത്രൻ, ദൃഷ്ടദ്യുമ്നൻ, ഭീമൻ, സാത്യകി, കേകയന്മാർ ഒന്നിച്ചു വന്നിട്ട് ഭീഷ്മരോട് അങ്ങോട്ട് എതിരിട്ട് 10 പേര് ഒരുമിച്ച് വരികയാണ്. മണ്ണെല്ലാം പറത്തിക്കൊണ്ട് വരികയാണ്. എന്നിട്ട് 10 പേരും കൂടെ ഭീഷ്മരെ അങ്ങ് വളഞ്ഞു. വിരാട് പുത്രൻ, ദൃഷ്ടദ്യുമ്നൻ, ഭീമൻ, സാത്യകി, കേകയന്മാർ ഒന്നിച്ചു വന്ന് അങ്ങോട്ട് എതിരിട്ട് ഭീഷ്മർ എന്ത് ചെയ്തു? അഭിമന്യുവിനെ വിട്ടിട്ട് ഭീഷ്മര് നേരെ അവരുടെ നേരെ തിരിഞ്ഞ്. വന്ന 10 പേരുടെ നേരേക്കും ഭീഷ്മർ അങ്ങോട്ട് തിരിഞ്ഞ്. മത്സ്യരാജപുത്രൻ ഉത്തരൻ എന്ത് ചെയ്ത്? ആനപ്പുറത്ത് കയറി വരുന്നത് കണ്ടപ്പം ശല്യര് അമ്പെയ്തിട്ട് ഉത്തരനെ എന്താ പറയാ, പറത്തിക്കളഞ്ഞു എന്ന് വേണം പറയാൻ. കാറ്റ് പോലെ അങ്ങോട്ട് തടഞ്ഞിട്ടു. ആര്? മത്സ്യരാജാവിൻ്റെ മകനായിരിക്കുന്ന ഉത്തരൻ ഒരാനേനെ എടുത്തിട്ട് ആനപ്പുറത്ത് കയറി വരികയാണ്. ആ സമയത്താണ് ശല്യർ എന്ത് ചെയ്ത്? അമ്പെയ്തിട്ട് ഉത്തരനെ പാഞ്ഞ് കയറിയിട്ട് അങ്ങോട്ട് തടഞ്ഞു. ഉത്തരനെ അങ്ങ് തടഞ്ഞു. ഉടനെ ശല്യരുടെ കുതിരകളെ എല്ലാം ഉത്തരൻ അങ്ങോട്ട് കൊന്നു വീഴ്ത്തി. ശല്യർ കൊണ്ടുവന്നിരിക്കുന്ന എല്ലാ കുതിരകളെയും അങ്ങ് ഉത്തരൻ കൊന്നു വീഴ്ത്തിയിട്ട് ശല്യർ എന്ത് ചെയ്തു? ശക്തമായൊരു വേലെടുത്തിട്ട് അങ്ങോട്ട് പ്രയോഗിച്ചു ഉത്തരൻ്റെ നേരെ. അതിൻ്റെ ശക്തി കൊണ്ട് ഉത്തരൻ മോഹിച്ച് തോട്ടിയും തോമരവും എല്ലാം വിട്ട് ഉത്തരൻ ആനപ്പുറത്ത് നിന്ന് താഴേക്ക് വീണു. ഉടനെ തന്നെ മദ്രരാജാവ് എത്തിയിട്ട് ഉത്തരൻ്റെ രക്ഷയ്ക്കായിട്ട് ഉത്തരനെ പിടിച്ചിങ്ങോട്ട് മാറ്റിയിട്ട് മദ്രരാജാവ് അങ്ങ് മുമ്പിൽ നിന്ന്. വിരാട് പുത്രനായിരിക്കുന്ന ശ്വേതനാണ് പിന്നെ വരുന്നത്. വിരാട് രാജാവിൻ്റെ മകനായിരിക്കുന്ന ശ്വേതൻ രംഗത്തേക്ക് വന്നു. അയാൾ എന്ത് ചെയ്തു? മദ്രരാജാവായിരിക്കുന്ന ശല്യനെ കൊല്ലാൻ വേണ്ടിയിട്ട് നേരെ മുന്നോട്ട് വന്നു. മത്തേപവിക്രമനായിരിക്കുന്ന അവൻ ഭയങ്കര ദേഷ്യത്തോടു കൂടി വന്നിരിക്കുന്ന അദ്ദേഹം കോപിച്ചു വരുന്നത് കണ്ടപ്പോൾ കൗരവ ഭാഗത്ത് നിന്ന് 7 പേര് വന്നിട്ട് ശല്യരെ അങ്ങ് രക്ഷപ്പെടുത്തി. ശല്യര് കൗരവപക്ഷത്താണല്ലോ. നേരെ ശല്യര് ഇപ്പം ആക്രമിക്കപ്പെടുന്നു കണ്ടപ്പോഴേക്കും കൗരവന്മാരുടെ ഭാഗത്ത് 7 പേര് പൊടി പറത്തി വന്നിട്ട് ശല്യരെ അങ്ങ് രക്ഷപ്പെടുത്തി കളഞ്ഞു. 7 പേരോടും നമ്മുടെ ശ്വേതൻ എന്ത് ചെയ്തു? ഭയങ്കരമായിട്ട് അങ്ങോട്ട് പോരാടി. ഒരു രക്ഷയില്ല, വിട്ടുകൊടുത്തില്ല. ആർക്കും അയാളെ തടുക്കാൻ പറ്റുന്നില്ല എന്ന് കണ്ടപ്പം ദുര്യോധനൻ എന്ത് ചെയ്തു? ഭീഷ്മരെ എടുത്ത് മുമ്പിലേക്ക് ഇട്ടു. ശ്വേതനോട് പോയിട്ട് എതിരിടാൻ പറഞ്ഞു. ഭീഷ്മര് അദ്ദേഹത്തിന്റെ മുമ്പിൽ വന്നത് കണ്ടപ്പം ശ്വേതൻ ശരങ്ങളെടുത്ത് അങ്ങോട്ട് വീശി അങ്ങോട്ട് ഇടാൻ തുടങ്ങി. ഭീഷ്മരും വിട്ടില്ല. 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഉഗ്രമായിട്ട് പോരാടാൻ തുടങ്ങി. ശ്വേതനും ഭീഷ്മരും തമ്മിൽ ഭയങ്കര പോരാട്ടം. പാണ്ഡവ പടയെ മുഴുവൻ ദഹിപ്പിക്കാൻ വേണ്ടിയിട്ട് ഭീഷ്മരെ ശ്വേതർ എന്ത് ചെയ്തു? തടഞ്ഞവിടെ നിർത്തി. പാണ്ഡവ പടയെ മുഴുവൻ ദഹിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഭീഷ്മര് എന്ത് ചെയ്യുന്നത്? ദഹിപ്പിക്കാൻ വേണ്ടി വരുന്ന ഭീഷ്മരെ ശ്വേതൻ അവിടെ തടഞ്ഞു നിർത്തി. ഭീഷ്മരും ശ്വേതരും തമ്മിലുള്ള വാശിയേറിയ യുദ്ധം കണ്ടപ്പോൾ ദേവന്മാരൊക്കെ ഇങ്ങനെ ഷോക്കായി നിൽക്കുകയാണ്. ഭീഷ്മന്റെ തേരിനെയും തേരാളിയെയും ഒക്കെ ശ്വേതൻ അങ്ങ് തകർത്ത് കളഞ്ഞു. ഉടനെ ഭീഷ്മർക്ക് ദേഷ്യം കൊണ്ട് ഭീഷ്മരെ തടുക്കാൻ പറ്റുന്നില്ല. ഭീഷ്മർ എന്താ ചെയ്തത്? പാണ്ഡവന്മാരാൽ ചുറ്റപ്പെട്ട് നിൽക്കുന്ന ശ്വേതന്റെ നേരെ മൃതതുല്യമായി ഭാരമേറിയൊരു ശരെടുത്തിട്ട് ഭീഷ്മർ അങ്ങോട്ട് വിട്ടു. പാണ്ഡവന്മാരാൽ ചുറ്റപ്പെട്ട് നിൽക്കാണ് ശ്വേതൻ. ആ ശ്വേതന്റെ നേരെ മൃദുതുല്യമായിട്ട് നല്ല ഭാരമേറിയൊരു ശരെടുത്തിട്ട് ഭീഷ്മർ അങ്ങോട്ട് വിട്ടു. പ്രതിരോധിക്കാൻ പറ്റാത്ത ആ ശരം വന്നിട്ട് ശ്വേതന്റെ ജീവനെ അങ്ങ് എടുത്തു കളഞ്ഞു. ശ്വേതൻ മരിച്ചു വീഴുന്നത് കണ്ടപ്പം ദുശാസനനും കൂട്ടരും അങ്ങോട്ട് ആനന്ദ നൃത്തമാടാണ്. ശ്വേതൻ മരിച്ചു. അർജുനനും കൃഷ്ണനും സൈന്യാധിപൻ മരിച്ചു വീഴുകയാൽ മെല്ലെ സൈന്യത്തെ അങ്ങ് പിൻവലിച്ചു. അർജുനനും കൃഷ്ണനും നോക്കുമ്പം സൈന്യാധിപനായിരിക്കുന്ന ശ്വേതൻ മരിച്ചു. ഉടനെ അർജുനനും കൃഷ്ണനും എന്ത് ചെയ്തു? സൈന്യത്തെ അങ്ങ് പിൻവലിപ്പിച്ചു. കൗരവരെന്ത് ചെയ്തു? യുദ്ധത്തിൽ നിന്ന് നേരെ പിന്മാറി. കാരണം
യുദ്ധം നിർത്തി പിന്മാറിക്കഴിഞ്ഞാൽ പിന്നെ എതിർപക്ഷത്തുള്ളവർ യുദ്ധം ചെയ്യാൻ പാടില്ല. ഇവിടെ ശ്വേതൻ മരിച്ചു എന്ന് കണ്ടപ്പം അർജുനനും കൃഷ്ണനും പറഞ്ഞു സൈന്യങ്ങളോട് പിന്നോട്ട് വരാൻ പറഞ്ഞു. പാണ്ഡവപക്ഷത്തെ സൈന്യങ്ങൾ പിന്നോട്ട് വന്നപ്പം കൗരവരും പിന്നോട്ട് പോയി. 1-ാം ദിവസത്തെ യുദ്ധം അവിടെ തീർന്നു. ഓക്കെ, എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടു? 2-ാം ദിവസത്തെ യുദ്ധം തുടങ്ങുകയാണ്. 1-ാം ദിവസത്തെ യുദ്ധത്തിൽ തങ്ങൾക്ക് പറ്റിയ ആ ഒരു നാശനഷ്ടങ്ങളും പരാജയവും എല്ലാത്തിലും ധർമ്മപുത്രർ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. അങ്ങനെ ധർമ്മപുത്രർ ഭയങ്കര വിഷമത്തോടുകൂടി അനുജന്മാരും ധർമ്മപുത്രരും കൂടി എന്ത് ചെയ്തു? രാജാക്കന്മാരും എല്ലാവരും കൂടെ ചെന്ന് കൃഷ്ണൻ്റെ അടുത്ത് പോയിട്ട് പരാതി പറഞ്ഞു. അല്ലയോ കൃഷ്ണ, ഭീഷ്മരുടെ പരാക്രമം കണ്ടില്ലേ? ഭീഷ്മരെ ജയിക്കുവാൻ സാധിക്കുകയില്ല. പിന്നെ യുദ്ധം കൊണ്ട് എന്താണ് കാര്യം? നമ്മുടെ സൈന്യത്തിലെ മഹാരഥന്മാരെല്ലാവരും കൂടിയാലും അദ്ദേഹത്തിൻ്റെ മുൻപിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് നമുക്ക് പരാജയം വരുന്ന ഈ യുദ്ധം നമ്മൾ തുടർന്നു പോകുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? ജയ് ഗുരുദേവ്. അതുകൊണ്ട് ഞാൻ യുദ്ധം നിർത്തി എങ്ങോട്ടെങ്കിലും പോകാൻ തീരുമാനിക്കുകയാണ്. യുദ്ധം തുടർന്നാൽ രാജാക്കന്മാരെയെല്ലാം യമപുരിയിലേക്ക് അയച്ചതിൻ്റെ പാപം കൂടി ഞാൻ ഏൽക്കേണ്ടി വരും. അങ്ങയുടെ സ്നേഹിതനായിരിക്കുന്ന അർജുനനും കൂടി ഉദാസീന ഭാവത്തിലാണ്. ഭീമൻ മാത്രമേ ഉത്സാഹത്തോടുകൂടി യുദ്ധം ചെയ്യുന്നുള്ളൂ. അവനെക്കൊണ്ട് ഈ ശത്രു സൈന്യത്തെ മുഴുവൻ നശിപ്പിക്കുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ഞാനിനി എന്താണ് ചെയ്യേണ്ടത്? അങ്ങെനിക്ക് ഉപദേശിച്ചു തരൂ. ഭീഷ്മരും ദ്രോണരും കൂടി ഈ സൈന്യത്തെ മുഴുവൻ നശിപ്പിക്കുന്നതിനു മുൻപ് യുദ്ധം നിർത്തണമോ? ഇനിയും യുദ്ധം തുടരണമോ? അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഗുണമുണ്ടാവുമോ? എല്ലാം അറിയുന്ന ഭഗവാൻ തന്നെ ഉപദേശിച്ചു തന്നാലും. ഇത് കേട്ടപ്പോൾ നമ്മുടെ കൃഷ്ണൻ ചിരിച്ചുകൊണ്ട് പറയാണ്, മഹാരാജാവേ, ഇങ്ങനെ നിരാശനാകരുത്. ഈ ദുഃഖമെല്ലാം കളഞ്ഞ് യുദ്ധത്തിന് സന്നദ്ധനാകൂ. ലോകത്തിലുള്ള എല്ലാ വില്ലാളികളിലും പ്രമുഖനാണ് അങ്ങയുടെ അനുജന്മാർ. അവരെ പോലെ തന്നെ സാത്യകി, ദൃഷ്ടദുമ്നൻ, വിരാട് ധ്രുവന്മാർ, അവരെല്ലാവരും പ്രസിദ്ധ യോദ്ധാക്കൾ അങ്ങയെ സഹായിക്കുവാനായി തയ്യാറി നിൽക്കുന്നു. ഞാനും അങ്ങയുടെ കൂടെയുണ്ട്. ഭയപ്പെടാതെ യുദ്ധം ചെയ്യുക. വിജയം അങ്ങേക്കു തന്നെയാണ്. മഹാബാഹുവായിരിക്കുന്ന പാർശ്വനിധ അങ്ങയുടെ കൽപ്പനയും കാത്തു നിൽക്കുന്നു. ശിഖണ്ഡി ഭീഷ്മന്റെ അന്തകനാണെന്നറിഞ്ഞുകൊള്ളുക. ഭഗവാന്റെ വാക്ക് കേട്ടപ്പോഴേക്കും ഭയങ്കര ഉത്സാഹമായി നമ്മുടെ ധർമ്മപുത്രർക്ക്. അദ്ദേഹം ദൃഷ്ടദുമ്നനോട് പറഞ്ഞു, ഹേ ദൃഷ്ടദുമ്ന, ഭവാനാണ് ഞങ്ങളുടെ സേനാധിപതി. വിക്രമം കൊണ്ട് കൗരവന്മാരെയെല്ലാം നശിപ്പിക്കൂ. ഞങ്ങളെയെല്ലാം ഭവാനെ സഹായിക്കുവാൻ അങ്ങയുടെ കൂടെയുണ്ട്. ഉത്സാഹത്തോടു കൂടി പുറപ്പെട്ടാലും. ദൃഷ്ടദുമ്നൻ എന്ത് ചെയ്തു? നല്ല യുദ്ധസന്നദ്ധനായിട്ട് പുറപ്പെട്ടപ്പോൾ നമ്മുടെ പാർത്ഥൻ അദ്ദേഹത്തെ സർവശത്രു സംഹാരകനായിരിക്കുന്ന ക്രൗഞ്ചവ്യൂഹം ചമക്കുവാൻ വേണ്ടിയിട്ട് പറഞ്ഞു. പാർത്ഥൻ പറഞ്ഞു, ക്രൗഞ്ചവ്യൂഹം ഉണ്ടാക്കാൻ പറഞ്ഞു. ഭേദിക്കുവാൻ വളരെ പ്രയാസമായിരിക്കുന്ന ക്രൗഞ്ചവ്യൂഹത്തിൽ നിന്നുകൊണ്ടാണ് അടുത്ത ദിവസം പാണ്ഡവന്മാർ യുദ്ധത്തിന് പുറപ്പെടുന്നത്. എല്ലാ രാജാക്കന്മാരും എന്ത് ചെയ്തു? യഥാസ്ഥാനത്ത് വന്ന് നിൽക്കുകയാണ്. അങ്ങനെ ക്രൗഞ്ചവ്യൂഹം എന്ന് പറഞ്ഞാൽ ഭേദിക്കാനേ കഴിയില്ല. അതും കൊണ്ട് 2-ാം ദിവസത്തെ യുദ്ധത്തിന് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. മഹാതേജസ്വിയായിരിക്കുന്ന പാർത്ഥൻ സംരക്ഷിക്കുന്ന ഘോരവും അഭേദ്യവുമായിരിക്കുന്ന ക്രൗഞ്ചവ്യൂഹം കണ്ട് ദുര്യോധനൻ എല്ലാവരെയും വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു, മഹാരഥന്മാരായിരിക്കുന്ന യോദ്ധാക്കളെ,
നിങ്ങൾ ഓരോരുത്തരും ശത്രു സംഹാരത്തിന് കഴിവുള്ളവരാണ്. പിന്നെ നിങ്ങളെല്ലാവരും കൂടി ചേർന്നാൽ പാണ്ഡവരെ ജയിക്കാൻ എന്തു വിഷമമാണുള്ളത്. ഭീഷ്മർ കാക്കുന്ന നമ്മുടെ പട അതിവിസ്തൃതമാണ്. ഭീമൻ കാക്കുന്നതാണെങ്കിലും പാണ്ഡവ സൈന്യം വളരെ ചെറുതാണെന്ന് അറിഞ്ഞുകൊള്ളുക. അതുകൊണ്ട് അവരുടെ ക്രൗഞ്ച വ്യൂഹത്തിനെതിരായിരിക്കുന്ന വ്യൂഹം ചമച്ച് ധൈര്യത്തോടുകൂടി മുന്നേറുവിൻ. ഭീഷ്മരും ദ്രോണരും ചേർന്ന് ക്രൗഞ്ച വ്യൂഹത്തിനെതിരായ ഒരു വ്യൂഹം ചമച്ചുകൊള്ളുക. ദുര്യോധനൻ പറയാണ്. അങ്ങനെ 2-ാം ദിവസത്തെ യുദ്ധം തുടങ്ങി. എല്ലാവരും അവരവരുടെ ശംഖുകളൊക്കെ ഉറക്ക വിളിച്ച് സൈന്യങ്ങൾ സിംഹനാദം മുഴക്കി. അങ്ങനെ അർജുനൻ സൈന്യങ്ങളുടെ നടുക്ക് വന്ന് നിന്നിട്ട് എല്ലാവരെയും അങ്ങ് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കരമായിട്ട് അങ്ങ് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ദുര്യോധനൻ. അർജുനന്റെ അസ്ത്രങ്ങള് എല്ലാ കൗരവ സൈന്യവും അർജുനന്റെ അസ്ത്രങ്ങൾ കാരണം വല്ലാതെ അങ്ങ് വിഷമിച്ചു. ഭീമനും വളരെയധികം സൈന്യങ്ങളെ കൊന്നങ്ങട് വീഴ്ത്തി. ഇഷ്ടം പോലെ സൈന്യങ്ങളെ ഭീമനും അങ്ങ് കൊന്നു വീഴ്ത്തി. തൻ്റെ സൈന്യത്തിൻ്റെ നാശം കണ്ടപ്പം ദുര്യോധനൻ പിതാമഹന്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് പറഞ്ഞു, പിതാമഹ, ഇതാ അർജുനൻ നമ്മുടെ പടയെ മുഴുവൻ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. പിതാമഹ, വേഗത്തിൽ അർജുനനെ വധിച്ചാലും. ദുര്യോധനൻ പറയാണ്, എന്റെ ഹിതത്തെ ആഗ്രഹിക്കുന്ന കർണൻ ഭവാൻ കാരണം ആയുധം വെച്ചിരിക്കുകയാണല്ലോ. വേഗം നശിപ്പിച്ചാലും അർജുനൻ എന്ന് പറയുന്ന അപ്പാർത്തനെ. ഇനി ഭവാനല്ലാതെ ആരാണ് അർജുനനെ കൊല്ലുവാനുള്ളത്? അതുകൊണ്ട് ഉടനെ അർജുനനെ വധിച്ച് നമ്മുടെ സൈന്യത്തെ രക്ഷിച്ചാലും പിതാമഹ. ദുര്യോധനൻ പറയുന്നത് കേട്ടിട്ട് ഭീഷ്മർ എന്ത് ചെയ്ത് വാശിയോടെ അർജുനനോട് ഏറ്റുമുട്ടുകയാണ്. ഭീഷ്മർ ഓടിച്ചെന്ന് അർജുനനോട് അങ്ങോട്ട് ഏറ്റുമുട്ടാൻ തുടങ്ങി. അത് കണ്ടപ്പോ നമ്മുടെ പാണ്ഡവപക്ഷത്തുള്ള മഹാരഥന്മാരെല്ലാവരും കൂടി അർജുനന്റെ സഹായത്തിന് അങ്ങോട്ട് എത്തുകയാണ്. വിട്ടുകൊടുത്തില്ല. ഭീഷ്മർ അർജുനന്റെ നേരെ വരുന്ന കണ്ടപ്പോഴത്തേക്കും പാണ്ഡവ സൈന്യം മൊത്തം അർജുനന്റെ അടുത്തേക്ക് എത്തി. ഭീഷ്മരും അർജുനനും തമ്മിലുള്ള ആ യുദ്ധം എന്ന് പറഞ്ഞാൽ ഭയങ്കര യുദ്ധമായിരുന്നു. പരസ്പരം കാണാൻ പറ്റാത്ത രീതിയിൽ അവർ തമ്മിൽ യുദ്ധം തുടങ്ങി. 2 പേരും തമ്മിലുള്ള ആ യുദ്ധം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിരുന്നു. 2 പേരും പരസ്പരം അഭിനന്ദിക്കുകയാണ്. വളരെ നേരത്തെ യുദ്ധത്തിന് ശേഷം 2 പേരും പരാജയപ്പെട്ടില്ല. അർജുനനും പരാജയപ്പെട്ടില്ല, ഭീഷ്മനും പരാജയപ്പെട്ടില്ല. 2 പേരും പരാജയപ്പെടാതെ യുദ്ധം അവസാനിപ്പിച്ചു. അതുല്യമായിരിക്കുന്ന ആ യുദ്ധം കണ്ടപ്പോഴേക്കും ദേവന്മാരങ്ങ് 2 പേരെയും വാഴ്ത്താൻ തുടങ്ങി. ഭീഷ്മർക്ക് പാർത്ഥനെയോ പാർത്ഥന് ഭീഷ്മനെയോ ജയിക്കാൻ സാധ്യമല്ലെന്ന് എല്ലാവരും പറഞ്ഞു. ഒരു രക്ഷയില്ല. ഭയങ്കര യുദ്ധം. 2 പേരും യുദ്ധം അവസാനിപ്പിച്ചു. പിന്നീട് നമ്മുടെ ദ്രോണരും ദൃഷ്ടദ്യുമ്നനുമായിട്ടാണ് ഭയങ്കരമായ യുദ്ധം നടക്കുന്നത്. ആരൊക്കെ? ദ്രോണരും ദൃഷ്ടദ്യുമ്നനും കൂടെ. 2 പേരും 2 സൈഡിൽ നിന്നും വ്യത്യസ്തമായിരിക്കുന്ന അസ്ത്രങ്ങളെല്ലാം പ്രയോഗിച്ചിട്ട് ദ്രോണർ എന്തു ചെയ്തു? ദൃഷ്ടദ്യുമ്നന്റെ സാരഥീനെയും കുതിരകളെയും ഒക്കെ കൊന്നുകളഞ്ഞത് കണ്ടപ്പോൾ ഭീമസേനൻ അങ്ങ് ഓടി വന്നിട്ട് എന്ത് ചെയ്തു? ദൃഷ്ടദ്യുമ്നനെ പിടിച്ച് തൻ്റെ തേരിലേക്ക് അങ്ങോട്ട് കയറ്റി. ഭീഷ്മന്റെ ആ എൻട്രി എന്ന് പറഞ്ഞാൽ അസാധ്യ എൻട്രി ആയിരുന്നു. ഓടി വരികയാണ് തേരോടിച്ചുകൊണ്ട്. ആര്? നമ്മുടെ ആര് വരുന്നു? ഭീമസേനൻ ഓടി അങ്ങോട്ട് വന്നിട്ട് നേരെ ദൃഷ്ടദ്യുമ്നനെ പിടിച്ചങ്ങ് തേരിലിട്ടു. ദ്രോണൻ എന്ത് ചെയ്തു? ദൃഷ്ടദ്യുമ്നനെ ദിവ്യാസ്ത്രം പ്രയോഗിച്ച് കൊല്ലാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല. കൊല്ലല് നടന്നില്ല. നേരെ ദൃഷ്ടദ്യുമ്നനെ പിടിച്ച് തേരിൽ കയറ്റിയിട്ട് ദ്രോണർ എന്ത് ചെയ്ത്? ദൃഷ്ടദ്യുമ്നനെ നേരെ ഒരുപാട് ദിവ്യാസ്ത്രങ്ങൾ അങ്ങ് പ്രയോഗിച്ചു. പക്ഷെ നടന്നില്ല. ഭയങ്കരം രക്ഷപ്പെടലായിപ്പോയി. രക്ഷപ്പെട്ടത് ദുര്യോധനൻ എന്ത് ചെയ്ത്? ദ്രോണരെ സഹായിക്കാൻ വേണ്ടിയിട്ട് കലിംഗനെ സൈന്യത്തോടു കൂടി വിട്ടു. നേരെ ദുര്യോധനൻ പറഞ്ഞു ദ്രോണരെ സഹായിക്കാൻ വേണ്ടി കലിംഗനോട് ചെല്ലാൻ പറഞ്ഞു. സൈന്യങ്ങളെയും കൂട്ടിക്കോളാൻ പറഞ്ഞു.
കലിംഗനും ഭീമസേനനും തമ്മിൽ ഭയങ്കരമായ യുദ്ധം. രണ്ടുപേരും തമ്മിൽ ഗംഭീര യുദ്ധം. ഭീമൻ എന്ത് ചെയ്തു? വലിയ ഗത അങ്ങോട്ട് എടുത്തിട്ട് 4 കറക്കലങ്ങനെ തലയ്ക്ക് മേലെ കറക്കിയിട്ട് കലിംഗ സൈന്യത്തിനെ തലങ്ങും വെലങ്ങും അങ്ങോട്ട് അടിച്ചിട്ട് കൊന്നു കളഞ്ഞു. ഭീമൻ ഒറ്റയടിക്ക് കലിംഗ സൈന്യത്തെ മൊത്തം കൊന്നു കളഞ്ഞു. അതുവരെ നടന്ന യുദ്ധത്തിൽ ഏറ്റവും പൊരിഞ്ഞ യുദ്ധമാണ് ഭീമൻ അവിടെ നടത്തിയത്. അവസാനം ഭീമൻ തന്നെ കലിംഗനെ അങ്ങ് കൊന്നു. അഭിമന്യുവും ദുര്യോധനന്റെ മകനായിരിക്കുന്ന ലക്ഷ്മണനും തമ്മിലുള്ള യുദ്ധമാണ് അടുത്തത്. അഭിമന്യുവും ദുര്യോധനന്റെ മകനായിരിക്കുന്ന ലക്ഷ്മണനും തമ്മിൽ അടുത്ത യുദ്ധം നടന്നു. പിന്നെ രണ്ടുപേരും തമ്മിൽ ഭയങ്കര യുദ്ധം. 2 ഭാഗത്തും ഭയങ്കരമായ നാശനഷ്ടങ്ങൾ വരുത്തിക്കൊണ്ട് 2 പേരും യുദ്ധം ചെയ്യാൻ തുടങ്ങി. ലക്ഷ്മണന്റെ സഹായത്തോടെ ദുര്യോധനനും യുദ്ധം ചെയ്തു. അഭിമന്യുവിന് സഹായത്തിനായിട്ട് അർജുനനും കൂടി എത്തിയതോടെ ഭയങ്കരമായൊരു യുദ്ധം. അഭിമന്യുവിന്റെ സഹായത്തിന് അർജുനനും എത്തി, ലക്ഷ്മണന്റെ സഹായത്തിന് ദുര്യോധനനും എത്തി, അച്ഛന്മാരും എത്തി, മക്കളും എത്തി. ഭയങ്കര യുദ്ധം. വാശിയോടുകൂടി നടക്കുന്ന ആ ഒരു യുദ്ധത്തിൻ്റെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ സൂര്യൻ എന്ത് ചെയ്തു? അസ്തമിക്കാൻ തുടങ്ങി. 2 കൂട്ടരും സൈന്യങ്ങളെ അങ്ങ് പിൻവലിച്ചു. സൂര്യാസ്തമയത്തിന് ശേഷം യുദ്ധം ചെയ്യരുത്. 2 കൂട്ടരും സൈന്യങ്ങളെ അങ്ങ് പിൻവലിച്ചു. അങ്ങനെ 2ാം ദിവസത്തെ യുദ്ധവും കഴിഞ്ഞു. ഇനി 3ാം ദിവസത്തെ യുദ്ധം നടക്കാൻ പോവുകയാണ്. മനസ്സിലാവണ്ടോ? വല്ലതും അറിയില്ല? ഇഷ്ടപ്പെടുന്നുണ്ടോ? മൂന്നാം ദിവസം ഭീഷ്മർ എന്ത് ചെയ്ത്? സൈന്യങ്ങൾക്ക് കൽപ്പന കൊടുത്തു. 3ാമത്തെ ദിവസമായപ്പം ഭീഷ്മർ സൈന്യങ്ങളെല്ലാം വിളിച്ചു. ഒരു കൽപ്പന അങ്ങ് കൊടുത്തു. എളുപ്പത്തിൽ ഭേദിക്കാൻ സാധിക്കാത്ത ഗരുഡ വ്യൂഹമാണ് അദ്ദേഹം അന്ന് റെഡിയാക്കിയത്. മാക്സിമം എല്ലാവരും ഷെയർ ചെയ്യൂ കേട്ടോ. ഷെയറിങ് വളരെ കുറവാണെന്ന് നമ്മുടെ അഡ്മിൻസ് പറയുന്നു. മാക്സിമം ഷെയർ ചെയ്യണേ. എളുപ്പത്തിൽ ഭേദിക്കാൻ പറ്റാത്ത ഗരുഡ വ്യൂഹമാണ് ഭീഷ്മർ തയ്യാറാക്കിയത്. അത് കണ്ട് എതിർപക്ഷത്ത് നിൽക്കുന്ന സവ്യസാചി എന്ത് ചെയ്തു? ദൃഷ്ടദുമ്നനായിട്ട് ആലോചിച്ചിട്ട് ഗരുഡവ്യൂഹത്തെ തകർക്കാൻ വേണ്ടി അർദ്ധചന്ദ്രവ്യൂഹമുണ്ടാക്കി. ഗരുഡവ്യൂഹത്തെ തകർക്കാൻ വേണ്ടി ഭീഷ്മരുണ്ടാക്കിയ ഗരുഡവ്യൂഹത്തെ തകർക്കാൻ അർദ്ധചന്ദ്രവ്യൂഹമുണ്ടാക്കി. അതിനുശേഷം യുദ്ധം തുടങ്ങി. അർജുനൻ എന്ത് ചെയ്തു? തേരിൻ്റെ ആ ഒരു നേരെ ചെന്നിട്ട് അതെല്ലാം തകർത്ത് കളഞ്ഞു. കൗരവരും വാശിയോടുകൂടി തന്നെ പാണ്ഡവ പടയെ അങ്ങ് കൗരവരും നശിപ്പിക്കാൻ തുടങ്ങി. 2 കൂട്ടർക്കും എതിർവ്യൂഹങ്ങളെ മുഴുവനായിട്ട് നശിപ്പിക്കാൻ കഴിയുന്നില്ല. ഭീഷ്മരും ഭീമനും തമ്മിൽ 2 വ്യൂഹങ്ങളുടെ മുമ്പിൽ നിന്ന് സംരക്ഷിക്കുന്നു. കൗരവന്മാരുടെ മുമ്പിൽ ഭീഷ്മരിൽ നിന്ന്, പാണ്ഡവന്മാരുടെ മുമ്പിൽ ഭീമനിൽ നിന്ന്. 2 കൂട്ടരെ നശിപ്പിക്കാൻ ഇവർ 2 പേരും സമ്മതിച്ചില്ല. എങ്കിലും യുദ്ധം അവിടെ നടക്കുകയാണ്. പൊടി കൊണ്ട് ആകാശം മുഴുവൻ അങ്ങ് മൂടി. മൊത്തത്തിൽ അങ്ങ് പൊടി കൊണ്ട് ആകാശം മൂടാൻ തുടങ്ങി. പരസ്പരം കാണാൻ പോലും കഴിയാത്തത് കൊണ്ട് ഭടന്മാർ മുമ്പിലുള്ള ആൾക്കാരെല്ലാം ഭടന്മാർ കൊല്ലാൻ തുടങ്ങി. ഭടന്മാർ നോക്കുമ്പോൾ പൊടി, മൊത്തം പൊടി. ആരാണ് മുമ്പിലുള്ളത്, ആരാണ് പിന്നുള്ളത് ഒന്നും കാണാൻ പറ്റുന്നില്ല. പക്ഷെ കണ്ണ് കണ്ടവരെല്ലാം ഭടന്മാരങ്ങോട്ട് കൊല്ലാൻ തുടങ്ങി. ക്രമേണ ആനകളും കുതിരകളും ഒക്കെ ഇങ്ങനെ മരിച്ചും ചത്ത് വീണ് ഭൂമിയെല്ലാം ചോര കൊണ്ട് നനഞ്ഞ് പൊടിപടലൊക്കെ അങ്ങ് അടങ്ങി മുഴുവൻ ചോര, ഭൂമി മുഴുവൻ ചോര. അതോടുകൂടി പൊടിപടലങ്ങളൊന്നും പറക്കാതെയായി. വെള്ളം തളിച്ചാൽ എങ്ങനെയാണോ പൊടി നിൽക്കുന്നത് അതുപോലെ ചോര ഒഴുകിയിട്ട് പൊടിയൊന്നും പറക്കാതെയായി. പിന്നെയാണ് 2 ഭാഗത്തെയും സൈന്യങ്ങൾ ശത്രു സൈന്യത്തിൽ കയറി വലിയ നാശമുണ്ടാക്കിയത്. ഭയാനകമായ യുദ്ധം. അർജുനന്റെ ഹസ്തലാഘവം കണ്ട് എല്ലാവരും ആശ്ചര്യപ്പെട്ടു, ഭയങ്കരമായിട്ട് ആശ്ചര്യപ്പെട്ടു. ഒരു സംഭവം 3ാം ദിവസം ഉണ്ടായി. എന്താ സംഭവം? കൗരവ സേനാനായകന്മാർ പലരും കൂടി പോയിട്ട്
കൗരവസേനയുടെ പല ആൾക്കാരും കൂടി പോയിട്ട് പാർത്ഥനെ അങ്ങ് വളഞ്ഞു. ആരേ? അർജുനനെ അങ്ങ് വളഞ്ഞു. വളഞ്ഞത് മാത്രല്ല, ശരങ്ങളുടെ ഘോഷയാത്രയായിരുന്നു അർജുനന്റെ നേരെ. ഈയാമ്പാറ്റ പോലെ വരികയാണ് ആ ശരങ്ങള്. അർജുനന്റെ ചുറ്റിനും നിന്നിട്ട് കൗരവന്മാരും ശരങ്ങളങ്ങോട്ട് വർഷിക്കുകയാണ്. ഈയാമ്പാറ്റകൾ എങ്ങനെയാണോ പറന്നു വരുന്നത് വെളിച്ചത്തിൻ്റെ അടുത്തേക്ക്, അതുപോലെ അർജുനന്റെ നേരെ ശരങ്ങൾ വന്നപ്പം ദേവന്മാർ ആശ്ചര്യപ്പെട്ട് നിൽക്കുകയാണ്. അവര് പലതരത്തിലുള്ള പ്രകാരത്തിലും ആയുധങ്ങളെ മുഴുവൻ അർജുനന്റെ നേരെ വിടുകയാണ്. പല പല ആയുധങ്ങളും. ഗഡോൽഗജന അന്ന് ഭയങ്കരമായിട്ട് പോരാടി. ആ സമയത്ത് അയാൾ എന്ത് ചെയ്തു? നേരെ ദ്രോണരോട് പോയിട്ട് ഏറ്റുമുട്ടി. ഗഡോൽഗജൻ ഭീമനും ദുര്യോധനനും തമ്മിലുള്ള യുദ്ധത്തില് ഭീമന്റെ അസ്ത്രം കൊണ്ട് ദുര്യോധനൻ ബോധം കെട്ട് വീണു. ഭീമൻ ദുര്യോധനൻ ഒരു അസ്ത്രം അയച്ചപ്പോഴേക്കും ദുര്യോധനൻ ബോധം കെട്ട് വീണു. സാരഥി എന്ത് ചെയ്തു? നേരെ വന്നിട്ട് ദുര്യോധനനെ വലിച്ചു മാറ്റി രക്ഷിക്കുകയാണ്. വലിച്ചുകൊണ്ട് പോയി. ദുര്യോധനന്റെ സാരഥി വന്നിട്ട് നേരെ നമ്മുടെ ഭീമനെ നോക്കും, ദുര്യോധനൻ നോക്കും, ഭീമനെ നോക്കും, ദുര്യോധനൻ എന്നിട്ട് പിടിച്ച് വലിച്ച് ദുര്യോധനനെയും കൊണ്ടുപോയി. പിന്നീടുള്ള യുദ്ധത്തില് കൗരവപ്പടയുടെ എതിർപ്പിനെ എല്ലാം ഭീമൻ നശിപ്പിച്ചു കളഞ്ഞു. ഭീമൻ കേറി വന്നിട്ട് കൗരവപ്പടയുടെ സൈന്യങ്ങളൊക്കെ നശിപ്പിക്കാൻ തുടങ്ങി. അവസാനം ദുര്യോധനന്റെ അഭാവം, ദുര്യോധനൻ ഇല്ലാത്ത സന്ദർഭത്തിൽ കൗരവപ്പട മൊത്തം ഓടിപ്പോയി. കാരണം ദുര്യോധനൻ ബോധം കെട്ട് വീണു. ദുര്യോധനൻ ഇല്ലാന്ന് കണ്ടപ്പോഴേക്കും കൗരവപ്പട മുഴുവൻ തിരിഞ്ഞോടിക്കളഞ്ഞു. ഭീഷ്മരും ദ്രോണരും എന്ത് ചെയ്തു? നിസ്സഹായതയോടുകൂടി നോക്കി നിൽക്കുകയാണ്. ദുര്യോധനനും ബോധം പോയി, കൗരവപ്പടയും ഓടിയപ്പോഴേക്കും ഭീഷ്മരും ദ്രോണരും നിസ്സഹായരായിട്ട് നിൽക്കുകയാണ്. അപ്പോഴേക്കും ദുര്യോധനന്റെ മോഹാലസ്യമൊക്കെ മാറി ദുര്യോധനൻ വീണ്ടും എഴുന്നേറ്റ് നിന്നു. കൗരവപ്പട പിന്തിരിഞ്ഞോടുന്നത് ദുര്യോധനൻ കണ്ടപ്പോ ദുര്യോധനൻ ഭീഷ്മരോടും ദ്രോണരോടും കൃപരോടൊക്കെ ഒരുപാട് വിഷമം പറയാൻ തുടങ്ങി. ദുര്യോധനന്റെ കുറ്റപ്പെടുത്തൽ കേട്ടിട്ട് ഭീഷ്മർക്ക് അങ്ങോട്ട് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഭീഷ്മര് പറയാണ്, പാണ്ഡവന്മാരെ ജയിക്കാൻ ദേവന്മാർക്ക് പോലും സാധ്യമല്ലെന്ന് നിന്നോട് നാം പറഞ്ഞതല്ലേ ദുര്യോധന? ആ സത്യവാക്കുകൾ നീ കൈക്കൊണ്ടില്ല. ഇപ്പോൾ ആവലാതിപ്പെട്ടിട്ട് എന്തു കാര്യം? എങ്കിലും വൃദ്ധനായ ഞാൻ എനിക്കാവുന്ന രീതിയിൽ പാണ്ഡവ സൈന്യത്തെ തടഞ്ഞു നിർത്താം, കണ്ടുകൊള്ളുക നീ. ഇത്രയും പറഞ്ഞിട്ട് ഭീഷ്മര് ദേഷ്യത്തോടുകൂടി പൂർവാധികം ശക്തിയോടുകൂടി അങ്ങോട്ട് പോരാടാൻ തുടങ്ങി. ആ യുദ്ധഭൂമിയിൽ ഭീഷ്മരങ്ങട് ഭയങ്കരമായിട്ടുള്ള വിഷം നിറഞ്ഞിട്ടുള്ള ബാണങ്ങൾ അങ്ങോട്ട് തൊരുത്തുവിടാൻ തുടങ്ങി ഭീഷ്മർ. ശരീരലാഘവത്തോടെയും ഹസ്തലാഘവത്തോടും കൂടി പൊരുതുന്നത് കണ്ടപ്പോഴേക്ക് എല്ലാവരും ഞെട്ടിപ്പോയി. ഭീഷ്മരുടെ യുദ്ധം കണ്ടപ്പം പാണ്ഡവ സൈന്യത്തെ മുഴുവൻ നശിപ്പിക്കണം എന്നുള്ള തീരുമാനത്തോടെയാണ് നമ്മുടെ ഭീഷ്മരങ്ങട് പൊരുതുന്നത്. ചിന്നിച്ചെതറിയ പാണ്ഡവ സൈന്യത്തെ തടഞ്ഞു നിർത്താൻ ഭീഷ്മരുടെ യുദ്ധം കണ്ടിട്ട് ചിന്നിച്ചെതറി ഓടുകയാണ് പാണ്ഡവ സൈന്യം. ഈ പാണ്ഡവ സൈന്യത്തെ മുഴുവൻ തടഞ്ഞു നിർത്താൻ കൃഷ്ണനും അർജുനനും ഒക്കെ ഒരുപാട് വിഷമിച്ചു. അപ്പോ കൃഷ്ണൻ എന്ത് ചെയ്ത്? പാർത്ഥനെ അങ്ങോട്ട് പ്രോത്സാഹിപ്പിച്ചു. പാർത്ഥ, നീ പോ, ഭീഷ്മരുടെ നേരെ പോന്ന് പറഞ്ഞു. പാർത്ഥൻ ഭീഷ്മരോട് ഏറ്റുമുട്ടുന്നത് കണ്ടപ്പോഴേക്കും സൈന്യങ്ങളൊക്കെ വീണ്ടും തിരിച്ചു വന്നു. അതിഭയങ്കരമായിട്ടുള്ളൊരു യുദ്ധമാണ് പിന്നെ അവിടെ നടക്കുന്നത്. ഭയങ്കര യുദ്ധം. പാർത്ഥൻ എന്ത് ചെയ്തു? ഭീഷ്മരുടെ വില്ലങ്ങോട്ട് മുറിച്ചു കളഞ്ഞു. അർജുനൻ ഭീഷ്മരുടെ വില്ലങ്ങോട്ട് മുറിച്ചു കളഞ്ഞു. രണ്ടാമത്തൊരു വില്ലെടുത്തപ്പോൾ പാർത്ഥൻ അതും മുറിച്ചു കളഞ്ഞു. ഭീഷ്മർ ഇത് കണ്ടപ്പോൾ അർജുനന്റെ ആ യുദ്ധ സാമർത്ഥ്യത്തെ അങ്ങ് പുകഴ്ത്തി. പിന്നീട് ഭീഷ്മരുടെ ശരപ്രയോഗം
പാണ്ഡവ പക്ഷത്തുള്ള സൈന്യങ്ങളെ മുഴുവൻ അങ്ങ് മൂടിക്കളഞ്ഞു. മാത്രമല്ല, പാണ്ഡവ സൈന്യം മരിച്ചു വീഴുന്നത് കണ്ടപ്പോൾ ധർമ്മപുത്രരുടെ സൈന്യം അങ്ങ് കുറഞ്ഞു വരികയാണ്. ഭീഷ്മർ ഒരുപാട് ശരങ്ങൾ ചെയ്തപ്പോൾ പാണ്ഡവന്മാരുടെ സൈന്യത്തിൽ കുറേ ആൾക്കാർ മരിച്ചു വീണു. ഇത് മരിച്ചു വീഴുന്നത് കണ്ടപ്പോഴേക്കും നമ്മുടെ ധർമ്മപുത്രരുടെ ഭാഗത്ത് ഭയങ്കരമായിട്ട് ആൾക്കാർ കുറഞ്ഞു വരികയാണല്ലേ. ഒരുപാട് ആൾക്കാരിങ്ങനെ കുറഞ്ഞു വരുന്നതാണ് കണ്ടപ്പോഴേക്കും കൃഷ്ണൻ അങ്ങ് ഭയങ്കര ദേഷ്യം വന്നു. ഒരു രക്ഷയില്ല. കൃഷ്ണൻ നോക്കുമ്പോൾ പാണ്ഡവ സൈന്യത്തിലുള്ള ആൾക്കാർ മുഴുവൻ അങ്ങോട്ട് വല്ലാതെ അങ്ങ് കുറഞ്ഞു വരികയാണ്. അത് കണ്ടപ്പോഴേക്കും നമ്മുടെ കൃഷ്ണൻ അങ്ങ് ദേഷ്യം കൊണ്ടിരിക്കാൻ പറ്റുന്നില്ല. അദ്ദേഹം ചിന്തിച്ചു, ഈ പിതാമഹൻ ഈ പാണ്ഡവ സൈന്യത്തെ മുഴുവൻ നശിപ്പിച്ചു കളയല്ലോ. പാർത്ഥൻ ഗുരുത്വമാലോചിച്ച് വേണ്ടത് ചെയ്യുന്നില്ല. കൃഷ്ണൻ നോക്കുമ്പം പാർത്ഥനൊന്നും ചെയ്യുന്നില്ല. പക്ഷേ ഈ ഭീഷ്മർ പാണ്ഡവ സൈന്യത്തെ മുഴുവൻ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ഇപ്പം തന്നെ ഭീഷ്മരുടെ കഥ കഴിക്കണം. കൃഷ്ണൻ വിചാരിക്കണം, ഇനി ഭീഷ്മരെ വെച്ചുകൊണ്ടിരിക്കരുത്, അല്ലെങ്കിൽ പാണ്ഡവന്മാർക്ക് ജയം കിട്ടില്ല. ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് സാത്യകിയോട് പറഞ്ഞു, ഞാനിതാ സുദർശന ചക്രം കൊണ്ട് ഭീഷ്മരുടെ കഥ കഴിച്ച് പാണ്ഡവ സൈന്യത്തെ മുഴുവൻ ഞാൻ രക്ഷിക്കാൻ പോകുന്നു. ഭീഷ്മരുടെ വധത്തിന് ശേഷം ധൃതരാഷ്ട്രപുത്രന്മാരെയെല്ലാം കൊന്ന് ശത്രു സൈന്യത്തെ മുഴുവൻ സംഹരിച്ച് യുധിഷ്ഠിരന് ഞാൻ രാജ്യം നൽകാൻ പോകുന്നു. ഇത്രയും പറഞ്ഞിട്ട് വാസുദേവൻ ചക്രമെടുത്ത് അങ്ങോട്ട് ചുഴറ്റിയിട്ട് കടിഞ്ഞാണങ്ങ് വലിച്ചെറിഞ്ഞിട്ട് തേരിൽ നിന്ന് ചാടി ഭൂമി കുലുങ്ങുന്നത് പോലെ ചാടി ഇറങ്ങി ഭീഷ്മരുടെ നേരെ പാഞ്ഞങ്ങോട്ട് അടുത്തു. ഭഗവാൻ നേരെ സുദർശനം എടുത്തോണ്ട് അങ്ങ് ചെല്ലാണ്. ഭഗവാൻ ചക്രമെടുത്തുകൊണ്ട് തൻ്റെ നേരെ വരുന്നത് കണ്ടപ്പോഴേക്കും ഭീഷ്മർ കൈകൂപ്പിക്കൊണ്ട് അനന്ത തേജസ്വിയായിരിക്കുന്ന മുകുന്ദനോട് പറഞ്ഞു, ഹേ ദേവാ ജഗന്നിവാസ, വരൂ വരൂ, ഞാനിതാ നമസ്കരിക്കുന്നു. ഭവാൻ എന്നെ വധിച്ചു വീഴ്ത്തിയാലും ഭവാൻ എന്നെ കൊല്ലുകയാണെങ്കിൽ എനിക്ക് 2 ലോകത്തിലും നന്മ ലഭിക്കുന്നതാണല്ലോ. അതുകൊണ്ട് ഈ തേർത്തട്ടിൽ നിന്നു തന്നെ എന്നെ കൊന്നാലും മുകുന്ദ. എന്നാൽ ചക്രം ഉപയോഗിക്കുന്നതിന് മുൻപ് തന്നെ അർജുനൻ പോയി കൃഷ്ണന്റെ 2 കാലും കൂട്ടി അങ്ങ് പിടിച്ചു. പ്രതിജ്ഞാനിയാമങ്ങളെല്ലാം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ അർജുനൻ പറയാണ്, അങ്ങയുടെ സഹായം കൊണ്ട് തന്നെ ഞാൻ കുരുക്കളെ എല്ലാം മുടിക്കുന്നതാണ്. ശാന്തനായാലും കോപത്തെ സംഹരിച്ചാലും. ഇത് കേട്ടപ്പോൾ നമ്മുടെ കൃഷ്ണൻ കാൽ പിടിച്ചിരിക്കുന്ന അർജുനനെ നോക്കിക്കൊണ്ട് മടങ്ങി വന്ന് വീണ്ടും തേരിൽ കയറി കടിഞ്ഞാൺ പിടിച്ചുകൊണ്ട് അങ്ങിരുന്നു. പാർത്ഥൻ തെളിഞ്ഞു മിന്നുന്ന ശരങ്ങൾ ചൊരിയുവാനും തുടങ്ങി. വീണ്ടും പാർത്ഥൻ അങ്ങ് ശരങ്ങൾ എറിയാൻ തുടങ്ങി. ശത്രുക്കളെയെല്ലാം കൊന്ന് പാർത്ഥൻ മുന്നേറാൻ തുടങ്ങി. കൗരവന്മാരെയെല്ലാം സംഹാരരുദ്രനെ പോലെ കയറി വരുന്നത് കണ്ടപ്പം, കൃഷ്ണാർജുനന്മാരെയും കൂടി കണ്ടപ്പം
നേരെ കൗരവന്മാരെല്ലാം ഓടാൻ തുടങ്ങി, തിരിച്ചോടാൻ തുടങ്ങി. നോക്കുമ്പോൾ കൃഷ്ണൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കടിഞ്ഞാണം പിടിച്ച് തേരിൽ അർജുനൻ യുദ്ധം ചെയ്യുന്നു. കൗരവപക്ഷം മുഴുവൻ തിരിഞ്ഞോടാൻ തുടങ്ങി. കൗരവ വംശത്തിന് മുഴുവൻ കനത്ത നാശം വരുത്തിക്കൊണ്ട് 3-ാം ദിവസത്തെ യുദ്ധവും അവസാനിപ്പിച്ചു. എങ്ങനെയുണ്ട്? മതിയോ? നാലാം ദിവസത്തെ യുദ്ധം എന്താണ്? 4-ാം ദിവസത്തെ യുദ്ധം തുടങ്ങാൻ പോവാണ്. നാലാം ദിവസം രാവിലെ ആയപ്പോൾ ഭീഷ്മരെല്ലാം സൈന്യങ്ങളെയും കൂടെ കൂട്ടിയിട്ട് ഭീഷ്മർ എന്താ ചെയ്യുന്നത്? നേരെ വന്നിട്ട് യുദ്ധം ചെയ്യാൻ റെഡിയായിട്ട് നേരെ പടക്കളത്തിലെത്തിയിട്ട് എല്ലാ യുദ്ധവീരന്മാരും ഭീഷ്മരെ സഹായിക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഭീഷ്മരെ സഹായിക്കാൻ വേണ്ടി വന്ന് നിൽക്കുകയാണ്. കൃഷ്ണൻ എന്ത് ചെയ്തു? കൃഷ്ണൻ തളിക്കുന്ന തേരിൽ കയറ്റിയിട്ട് കൃഷ്ണൻ തളിക്കുന്ന തേരിലാണ് ആര് വരുന്നത്? അർജുനൻ വരുന്നത്. 4000 ആനകളെ കൊണ്ട് ചമഞ്ഞ ആ ഒരു അസാധാരണമായിരിക്കുന്ന വ്യൂഹത്തോടെ നേരെ യുദ്ധത്തിന് വന്നു. കൃഷ്ണൻ തേര് തെളിക്കുന്നു, അർജുനൻ തേരിലിരിക്കുന്നു. 2 സൈന്യങ്ങളും കൂടി വന്നു നിന്ന ശേഷം ഭേരികളും മറ്റ് വാദ്യങ്ങളൊക്കെ ശബ്ദിക്കാൻ തുടങ്ങി. വീണ്ടും യുദ്ധം തുടങ്ങണം. 4-ാം ദിവസം വമ്പിച്ച ശംഖധ്വനി. ആ ശംഖിൻ്റെ ഒരു ശബ്ദം കൊണ്ട് വേറെ ശബ്ദമൊന്നും കേൾക്കുന്നില്ല. ശബ്ദമുഖരിതമായിരിക്കുന്ന അന്തരീക്ഷത്തിൽ വീണ്ടും 4-ാം ദിവസത്തെ യുദ്ധം തുടങ്ങി. ആനകളുടെ യുദ്ധമാണ് അന്ന് പ്രധാനമായിട്ടുണ്ടായിരുന്നത്. ഗജസേനയുടെ ആ ഒരു നടുക്ക് പെട്ടിട്ട് എല്ലാവരും വിഷമിക്കാൻ തുടങ്ങി. ഭീഷ്മർ എന്ത് ചെയ്തു? സേനകളുടെ മധ്യത്തിൽ നിന്ന് അർജുനനോട് വീണ്ടും യുദ്ധം ചെയ്യാൻ തുടങ്ങി. വീണ്ടും നേരെ യുദ്ധം ചെയ്യാൻ തുടങ്ങി. അങ്ങനെ യുദ്ധം ചെയ്യാൻ തുടങ്ങിയപ്പോഴേക്കും ദ്രോണർ, ശല്യർ, കൃപർ, ദുര്യോധനൻ മുതലായിരിക്കുന്ന എല്ലാവരും ചേർന്നങ്ങ് അർജുനനെ വളഞ്ഞു. അത് കണ്ടപ്പം നമ്മുടെ സുഭദ്രയുടെ മകനായിരിക്കുന്ന അഭിമന്യു എന്താ ചെയ്തത്? നേരെ സുഭദ്രയുടെ മകനായിരിക്കുന്ന അഭിമന്യു അച്ഛൻ്റെ സഹായത്തിനായിട്ട് അങ്ങ് ഓടി വരികയാണ്. വിട്ടുകൊടുത്തില്ല. കാരണം അർജുനൻ ഇവരെല്ലാം വളഞ്ഞിരിക്കുകയാണ്. വളഞ്ഞിരിക്കുന്നത് കാരണം നേരെ വന്നിട്ട് അഭിമന്യു അച്ഛൻ്റെ സഹായത്തിന് ഓടിയെത്തി. ഭീഷ്മരെന്ത് ചെയ്ത്? അർജുനനുമായിട്ട് ഭയങ്കര യുദ്ധം നടത്തുകയാണ്. ശല്യര്, ചിത്രസേനൻ, സംയമിനീപുത്രൻ, ദ്രോണർ ഇവരെല്ലാവരും കൂടെ അഭിമന്യുവിൻ്റെ നേരെ അങ്ങ് തിരിഞ്ഞു. ഭീഷ്മർക്ക് ആശ്ചര്യം തോന്നുന്ന രീതിയിൽ അർജുനൻ അങ്ങോട്ട് അസ്ത്രം പ്രയോഗിച്ചു. സൗഭദ്രൻ ഒറ്റയ്ക്ക് മഹാരഥന്മാരോടൊക്കെ പൊരുതി ആനക്കുട്ടികളുടെ നടുവിൽപ്പെട്ട സിംഹത്തെ പോലെയായിരുന്നു അദ്ദേഹത്തിൻ്റെ അവസ്ഥ. ശത്രുക്കളെ ഭയപ്പെടുത്തുന്ന മകൻ്റെ അസ്ത്രപ്രയോഗ സാമർഥ്യം കണ്ടിട്ട് അഭിമന്യു ഭയങ്കര അസ്ത്രപ്രയോഗം. അപ്പം അർജുനൻ നോക്കുമ്പോൾ ശത്രുക്കളൊക്കെ പേടിച്ചിരിക്കുകയാണ് അഭിമന്യുവിൻ്റെ അസ്ത്രപ്രയോഗം കണ്ടിട്ട്. ഇത് കണ്ടപ്പോഴേക്കും പാർത്ഥൻ സന്തോഷം കൊണ്ട് സിംഹനാഥ് അങ്ങോട്ട് മുഴക്കി. എൻ്റെ മകൻ ഇത്രയും വലിയ യുദ്ധവീരനോ എന്നുള്ള രീതിയിൽ ശത്രുക്കൾ കൂട്ടമായിട്ട് വരികയാണ്. പക്ഷെ ഒരു കൂസലുമില്ല അഭിമന്യുവിന്. പാഞ്ചാല രാജാവിൻ്റെ ശരമേറ്റ് സംയനീ പുത്രന് മരണം സംഭവിച്ചതാണ് അന്നത്തെ ഒരു പ്രധാനപ്പെട്ട സംഭവം. അങ്ങനെ ശല്യരും ദൃഷ്ടദ്യുമ്നനും തമ്മിലുണ്ടായ യുദ്ധത്തിൽ ദൃഷ്ടദ്യുമ്നന് കുറച്ച് ക്ഷീണം വന്നു. അത് കണ്ടപ്പോൾ അഭിമന്യു എന്ത് ചെയ്തു? ദൃഷ്ടദ്യുമ്നനെ വിട്ടിട്ട് നേരെ ശല്യരുടെ നേരെ തിരിഞ്ഞു. പാർത്ഥൻ്റെ മകനായിരിക്കുന്ന അഭിമന്യുവിൻ്റെ ശരങ്ങൾ കൊണ്ട് ശല്യൻ അങ്ങ് വല്ലാതെ വിഷമിക്കുകയാണ്.
ഇത് കണ്ടപ്പോൾ നമ്മുടെ ദുര്യോധനൻ, ദുശാസനൻ അങ്ങനെ കുറേ പേര് ശല്യരെ സഹായിക്കാൻ വേണ്ടി ഓടി വന്നു. അത് കണ്ടപ്പോൾ ഭീമൻ, നകുലൻ, സഹദേവൻ, ദ്രൗപദീപുത്രന്മാർ, ദൃഷ്ടദ്യുമ്നൻ എല്ലാവരും കൂടി രംഗത്തേക്ക് ഓടിയെത്തിയിട്ട് എന്ത് ചെയ്തു? ഭയങ്കരമായിട്ടുള്ളൊരു യുദ്ധം അവിടെ നടന്നു. യുദ്ധം നടന്നിട്ട് ഭീമസേനൻ എന്ത് ചെയ്തു? ദുര്യോധനനെ കൊല്ലാൻ വേണ്ടിയിട്ട് വലിയൊരു ഗത അങ്ങ് എടുത്തു ഭീമസേനൻ. തേരിൽ നിന്നും ഭീമസേനൻ അങ്ങ് ചാടി ഇറങ്ങി. അത് കണ്ട് കൗരവ സൈന്യം പേടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ തുടങ്ങി. ദുര്യോധനൻ ശക്തരായിരിക്കുന്ന 1000 ആനപ്പടകളോടുകൂടി മഗധനെ മുൻനിർത്തിക്കൊണ്ട് ഭീമസേനനോട് അങ്ങ് എതിർത്ത് നിൽക്കുകയാണ്. ബലവാനായിരിക്കുന്ന ഭീമൻ എന്ത് ചെയ്തു? ഗദ കൊണ്ട് ആനകളെ എല്ലാം ഭീമൻ അങ്ങ് തല്ലി ഓടിച്ചു. ഒന്നിനെയും വിട്ടില്ല. ആനപ്പടയെല്ലാം ചെതറി ആനപ്പടയെല്ലാം ഓടാൻ തുടങ്ങി. ഭീമന്റെ ഗദ കൊണ്ടുള്ള അടി കൊണ്ട് ആനകളൊക്കെ ചത്ത് വീഴാണ്. ആനപ്പട മുട്ടുമടക്കിയപ്പോ ഭീമനെ ഇപ്പൊ കൊല്ലണം എന്ന ആജ്ഞ കൊടുത്തു. ആര്? ദുര്യോധനൻ. ഇവനെ ഇപ്പൊ കൊല്ലണം ആ ഭീമനെ, ഇനി അവനെ വെച്ചേക്കരുത് എന്ന് പറഞ്ഞു. വലിയൊരു സൈന്യത്തെ അങ്ങ് വിട്ടു ദുര്യോധനൻ. പക്ഷേ ആ സൈന്യങ്ങളോട് എതിർക്കാൻ ഭീമൻ ഒരു വിഷമോ ഇല്ല. ഭീമന്റെ പരാക്രമം കൊണ്ട് സൈന്യങ്ങൾ മുഴുവൻ മരിച്ചു വീഴുന്നത് കണ്ടപ്പോൾ ഭീഷ്മര് തന്നെ നേരെ ഭീമന്റെ അടുത്തേക്ക് ചെന്നു. പിന്നീടുണ്ടായിരിക്കുന്ന ആ ഒരു ഭയങ്കരമായ സംഘടനത്തിൽ ധൃതരാഷ്ട്രരുടെ മക്കൾ പലരും മരിച്ചു വീണു. ഭീമസേനൻ നയിക്കുന്ന ആ ഒരു പാണ്ഡവ സൈന്യത്തോട് എതിർത്ത് നിൽക്കാൻ സാധിക്കാതെ സന്ധ്യയാകുന്നതിന് മുമ്പ് തന്നെ, ഭീമസേനോട് എതിർക്ക് നിൽക്കാൻ പറ്റുന്നില്ല, അത് കണ്ടപ്പോൾ സന്ധ്യയാവുന്നതിന് മുമ്പ് തന്നെ ഭീഷ്മര് പറഞ്ഞു, കൗരവ സൈന്യം പിൻവാങ്ങിയാലും. ഇത് കേട്ടപ്പം കൗരവ സൈന്യം എല്ലാം പിന്നോട്ട് പോയി. ഭീഷ്മർക്ക് മനസ്സിലായി ഒരു രക്ഷയില്ല. കൗരവന്മാർക്ക് നേരിട്ട പരാജയം കണ്ട് പാണ്ഡവ സൈന്യം അങ്ങ് ആർത്ത് വിളിച്ചു. ഭ്രാതാക്കരുടെ വധം കൊണ്ട് ദുഃഖിതനായിരിക്കുന്ന ദുര്യോധനൻ ചിന്തിച്ചിരിക്കുകയാണ്. എൻ്റെ പല സഹോദരന്മാരും മരിച്ചു. ദുര്യോധനൻ ആകെ വിഷമിച്ചിരിക്കുകയാണ്. പാണ്ഡവ സൈന്യം ആഘോഷിക്കുകയാണ്. അങ്ങനെ 5-ാം ദിവസത്തെ യുദ്ധത്തെ പറ്റി വിവരിക്കാൻ തുടങ്ങുന്നതിന് മുൻപ് തന്നെ നമ്മുടെ ധൃതരാഷ്ട്രര് സഞ്ജയനോട് പറഞ്ഞു, സഞ്ജയ, ഞാൻ കേൾക്കുന്നത് മുഴുവൻ എൻ്റെ മക്കളുടെ പരാജയവും പാണ്ഡവരുടെ ജയവുമാണല്ലോ. ഇതിനെന്താണ് കാരണം? ഭീഷ്മർ, ദ്രോണർ, കൃപൻ, ശല്യർ, അശ്വത്ഥാമാവ് ഇത്രയും പോന്ന അനേകം മഹാരഥന്മാരോട് കൂടിയാണ് യുദ്ധവീരന്മാരായിരിക്കുന്ന എൻ്റെ മക്കൾ നിൽക്കുന്നത് സഞ്ജയ. ആർക്കും അജയ്യരായിരിക്കുന്ന അവരെല്ലാം ഉണ്ടായിട്ടും എൻ്റെ മക്കൾക്ക് എങ്ങനെയാണ് പരാജയം സംഭവിക്കുന്നത് സഞ്ജയ? പാണ്ഡവന്മാർക്ക് അത്രയൊന്നും ശക്തിയില്ല സഞ്ജയ. എങ്കിലും അവർക്ക് അടിക്കടി വിജയമുണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇത് കേൾക്കുമ്പോൾ എനിക്ക് ആശ്ചര്യം തോന്നുന്നു സഞ്ജയ. ഭീമസേനൻ എൻ്റെ മക്കളെ എല്ലാം കൊല്ലും. ഈ ദുഃഖമെല്ലാം ഞാൻ അനുഭവിക്കേണ്ടി വന്നില്ലേ സഞ്ജയ? ഇങ്ങനെ പലതും പറഞ്ഞിട്ട് നമ്മുടെ ധൃതരാഷ്ട്രര് വിഷമിക്കാൻ തുടങ്ങി. അപ്പൊ സഞ്ജയൻ സമാധാനിപ്പിച്ചു. സഞ്ജയൻ പറഞ്ഞു, രാജാവേ, ഇത് മറ്റാരുടെയും കുറ്റമല്ല. ഭീഷ്മർ, വിതുരർ തുടങ്ങിയവരെല്ലാം അങ്ങേ ഉപദേശിച്ചു. പക്ഷേ അതൊന്നും അങ്ങ് കേട്ടില്ല. മക്കളെ ഇഷ്ടം പോലെ പോകാൻ അനുവദിച്ചു. അതിൻ്റെ ഫലമാണിത്. പാണ്ഡവന്മാർ സത്യത്തിനും ധർമ്മത്തിനും വിരോധമായി ഒന്നും ചെയ്യുകയില്ല. ശക്തരായിരിക്കുന്നവർ യഥാന്യായം കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് കൊണ്ട് വിജയം കൈവരിക്കുന്നു. അങ്ങയുടെ പുത്രന്മാർ അധർമ്മിഷ്ഠരും വഞ്ചകരുമായതുകൊണ്ട് അവർക്ക് പരാജയം സംഭവിക്കുന്നു. അല്ലാതെ ഇതിൽ മായാപ്രയോഗമോ മന്ത്രപ്രയോഗമോ ഭീഷണിയോ ഒന്നുമില്ല. അങ്ങനെ രാത്രി വളരെ വൈകി. ഉറക്കം വരാതെ ഇരുന്ന ദുര്യോധനൻ ഭീഷ്മരുടെ അടുത്ത് ചെന്നിട്ട് ഒരു കാര്യം ചോദിച്ചു.
ത്രൈലോക്യ വിജയികളും അദൃശ്യരുമായിരിക്കുന്ന അനേകം മഹാരഥന്മാരുണ്ടായിട്ടും എങ്ങനെയാണ് പരാജയം സംഭവിക്കുന്നത്? അത് കേട്ടപ്പോൾ ഭീഷ്മർ പറഞ്ഞു, രാജാവേ, പൗരുഷവും ബലവും വിജയത്തിന് ആവശ്യമാണ്. എന്നാൽ ഒന്നങ്ങ് ചിന്തിക്കുക, ധർമ്മം എവിടെയുണ്ടോ അവിടെ വിജയമുള്ളൂ. അധർമ്മം ഒരിക്കലും വിജയിക്കുകയില്ല. അതുകൊണ്ടാണ് പാണ്ഡവരെ ജയിക്കാൻ നമുക്ക് സാധിക്കാത്തത്. ഞാനിത് പലപ്പോഴും പറഞ്ഞതാണ്. ഇവിടെ ധർമ്മമല്ല അധർമ്മമാണുള്ളത്. അതാണ് വ്യത്യാസം. മാത്രമല്ല, ധർമ്മമൂർത്തിയും ജഗന്നിയന്താവുമായിരിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാനാണ് പാണ്ഡവർക്ക് ആശ്രയം. അങ്ങ് അദ്ദേഹത്തെ തിരസ്കരിക്കുകയല്ലേ ചെയ്തത്? യഥോ കൃഷ്ണസ്തതോ ധർമ്മ, യഥോ ധർമ്മസ്തതോ ജയ. കൃഷ്ണനുള്ളിടത്ത് ധർമ്മവും ധർമ്മമുള്ളിടത്ത് വിജയവും ഉണ്ടാകും. ഇതാണ് അങ്ങയുടെ പരാജയത്തിൻ്റെയും പാണ്ഡവരുടെ വിജയത്തിൻ്റെയും രഹസ്യം. സഞ്ജയനിൽ നിന്ന് ഇത് കേട്ടപ്പോൾ ധൃതരാഷ്ട്രർക്കും സമാധാനായി. അങ്ങനെ 5-ാം ദിവസം രാവിലെയായി. ഭീഷ്മർ അന്ന് ദുർജയമകരവ്യൂഹമാണ് ഉണ്ടാക്കിയത്. അത് കണ്ടപ്പോൾ ഭീമസേനൻ എന്ത് ചെയ്തു? അതിന് പ്രതിവിധിയായിട്ട് ശ്വേനവ്യൂഹമുണ്ടാക്കി. 2 കൂട്ടരും വാശിയോടുകൂടി മുന്നേറുകയാണ്. അന്നത്തെ യുദ്ധം എന്ന് പറഞ്ഞാൽ, 5-ാം ദിവസത്തെ യുദ്ധം എന്ന് പറഞ്ഞാൽ മുമ്പത്തെ യുദ്ധത്തെക്കാളൊക്കെ ഭയങ്കരമായിട്ടുള്ളൊരു യുദ്ധമായിരുന്നു. ദുര്യോധനൻ്റെ അപേക്ഷ സ്വീകരിച്ചിട്ട് ഭീഷ്മരും ദ്രോണരും മറ്റ് യോദ്ധാക്കളും കൂടി കുറച്ചും കൂടെ ഉഗ്രമായിട്ടാണ് യുദ്ധം ചെയ്യാൻ പോയത്. പാണ്ഡവന്മാരും ഓരോ മഹാരഥന്മാരെ ഓരോ സ്ഥലത്ത് നിർത്തി വളരെ ബുദ്ധിയോടുകൂടി. ശിഖണ്ഡിയെ മുമ്പിൽ കണ്ടപ്പോൾ, ഭീഷ്മർ പിൻവാങ്ങുന്നത് കണ്ടപ്പോൾ ശിഖണ്ഡിയെ അങ്ങ് മുമ്പിൽ കണ്ടു. അപ്പോൾ ഭീഷ്മർ എന്ത് ചെയ്തു? ശിഖണ്ഡിയെ കണ്ടപ്പോൾ ഭീഷ്മരൊന്ന് പിന്മാറി. നേരെ ദ്രോണർ പോയിട്ട് ശിഖണ്ഡിയോട് ഏറ്റുമുട്ടി. ദുര്യോധനൻ പോയിട്ട് ഭീഷ്മരെ വേറൊരു സ്ഥലത്തേക്ക് നിർത്തി. അങ്ങനെ ഭീഷ്മരും ഭീമസേനനും തമ്മിൽ പൊരിഞ്ഞ യുദ്ധം നടന്നു. ഭീമസേനനിൽ നിന്ന് കൗരവ പടയെ രക്ഷിക്കാനുള്ള ആ ഒരു യുദ്ധത്തിൽ ഭയങ്കര നാശനഷ്ടങ്ങളുണ്ടായി. ഭീമസേനൻ ഭീഷ്മരോടും അനുയായികളോടും എതിർക്കുന്നത് കണ്ടപ്പോൾ, ഭീമസേനൻ ഭീഷ്മരോടും കൂട്ടരോടും എതിർക്കുന്നത് കണ്ടപ്പോൾ അർജുനൻ നേരെ ഭീമന്റെ സഹായത്തിനെത്തി. ജയദ്രഥൻ, കലിംഗരാജാവ്, ദുശാസനൻ ഇവരൊക്കെ വന്നിട്ട് പാണ്ഡവരോട് ഏറ്റുമുട്ടുകയാണ്. അർജുനൻ നേരെ അവരെ എല്ലാം പിന്താങ്ങി. കൗരവ സൈന്യത്തെ മുഴുവൻ അർജുനൻ അങ്ങ് തകർത്ത് വിട്ടു. അത് കണ്ടപ്പോഴേക്കും ഭീഷ്മർ എന്ത് ചെയ്ത്? ഭീമനോട് എതിർത്ത് ഭീമന്റെ വില്ല് 2 കഷ്ണാക്കി കളഞ്ഞു ഭീഷ്മർ. പിന്നീട് പാണ്ഡവപ്പടയെ മുഴുവൻ നശിപ്പിക്കുന്ന രീതിയിൽ ഭീഷ്മർ ഒരുപാട് ബാണങ്ങളങ്ങ് വിടാൻ തുടങ്ങി. അപ്പോഴേക്കും നമ്മുടെ ദൃഷ്ടദുമ്നൻ എന്ത് ചെയ്ത്? അവിടെ മടങ്ങിയെത്തി. ഓടി വന്നിട്ട് പാണ്ഡവ പടയെ അങ്ങ് രക്ഷിച്ചു. ഭീഷ്മരുടെ അസ്ത്രങ്ങളെല്ലാം തടുത്ത് നിർത്തിയിട്ട് പാണ്ഡവ പടയെ അങ്ങ് രക്ഷിച്ചു. സാത്യകി എന്ത് ചെയ്തു? തൻ്റെ ഹസ്തലാഘവം കാണിച്ചുകൊണ്ട് ഉഗ്രമായിട്ട് സാത്യകി അങ്ങ് പോരാടി. സൂര്യൻ അസ്തമിച്ചപ്പോഴേക്കും സംഘട്ടനമെല്ലാം നിർത്തിയിട്ട് 2 പേരും സ്വന്തം സ്ഥലത്തേക്ക് തിരിച്ചുപോയി. ഓക്കെ. എത്ര ദിവസം യുദ്ധം പോണുണ്ടെന്നറിയോ? അയ്യോ, എത്ര ദിവസം യുദ്ധം പോയി അല്ലേ? അങ്ങനെ നമ്മുടെ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു കേട്ടോ. സന്തോഷമായോ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ക്ലാസ്? ഇഷ്ടപ്പെട്ടോ?
5-ാം ദിവസത്തെ യുദ്ധവും അവസാനിച്ചു. നാളെ 6-ാം ദിവസത്തെ യുദ്ധം. കിച്ചൂട്ടൻ വന്നപ്പോഴേക്കും യുദ്ധം തുടങ്ങി അല്ലേ? നാളെ അറിയാലോ എല്ലാവർക്കും, വൃശ്ചികം 1. ആരെങ്കിലുമൊക്കെ ഈ കൂട്ടത്തിൽ നോൺ വെജ് ഉള്ളവരുണ്ടെങ്കിൽ സ്റ്റോപ്പ് ചെയ്തേക്കും 41 ദിവസത്തേക്ക്. അതിൻ്റെ ഗുണം നിങ്ങൾക്ക് തന്നെ കിട്ടും. ആരും ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഉണ്ടോ ആരെങ്കിലും? ആർക്കാണ് കിച്ചൂട്ടൻ്റെ മുമ്പിൽ വെച്ച് സത്യം സത്യമായി പറയാൻ കഴിയുക? നോൺ വെജ് കഴിക്കുന്നവർ ആരൊക്കെയുണ്ട്? ഞാൻ നോക്കട്ടെ. കിച്ചൂട്ടൻ്റെയും രാധാറാണിയുടെയും മുമ്പിൽ വെച്ച് സത്യം സത്യമായി പറയാൻ ആർക്കാണ് കഴിയുക? ആരും പോകരുത്, എസ്കേപ്പ് ആവരുത്. അത് മോശമാണ്. മാതാജി ഇങ്ങനെ ചോദിച്ചു എന്നും പറഞ്ഞുകൊണ്ട് എസ്കേപ്പ് ആവരുത്. കഴിക്കും എന്ന് പറഞ്ഞ് മെസ്സേജ് ഇടാം. താങ്ക് യു ബിജി പ്രഭു. കിച്ചൂട്ടൻ്റെ മുമ്പിൽ വെച്ചിട്ട് സത്യം സത്യമായി പറയും, ഞാൻ കഴിക്കുമെന്ന്. ആർക്കാ ധൈര്യമുള്ളത്? വെജുള്ള ആരും പറയണ്ട. നോൺ കഴിക്കുന്നവർ ഉണ്ട് എന്ന് പറഞ്ഞാൽ കഴിക്കുന്നു എന്നാണ് അർത്ഥം. എനിക്ക് മനസ്സിലായില്ല. കഴിക്കുന്നവർ മാത്രം മെസ്സേജ് ഇടൂ, കഴിക്കാത്തവരിടണ്ട. സുധ കഴിക്കില്ല. കഴിക്കുന്നവർ മാത്രം. കഴിക്കുന്നവർ യെസ് എന്ന് മെസ്സേജ് ഇടൂ. കഴിക്കുന്നവരുണ്ടെങ്കിൽ യെസ് എന്ന് പറഞ്ഞ് മെസ്സേജ് ഇടൂ. നുണ പറയരുത്. പാസ്റ്റ് വേണ്ട. ഇപ്പോൾ പ്രസൻ്റ്ലി കഴിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ യെസ് എന്ന് പറഞ്ഞ് മെസ്സേജ് ഇടുക. ശ്രീദേവി മാതാജി, അതാണ് സത്യം. മായ മാതാജി, ശ്രീദേവി മാതാജി, രമ മാതാജി, സുലത മാതാജി, നാരായണൻ പ്രഭു, ആനി മാതാജി, മായ മാതാജി, രജനി മാതാജി, സുഭ മാതാജി, ഷീബ മാതാജി, കണ്ണൻ പ്രഭു, സുശീല മാതാജി, റീന മാതാജി, രമ്യ മാതാജി, നാളെ മുതൽ എത്ര പേർക്ക് ഇപ്പോൾ ഇവിടെ വെച്ച് കിച്ചൂട്ടൻ്റെ മുമ്പിൽ വെച്ചിട്ട് സത്യം ചെയ്ത് നാളെ മുതൽ എത്ര പേർക്ക് നോൺ വെജ് സ്റ്റോപ്പ് ചെയ്യാൻ തോന്നുന്നുണ്ട്? ഈ കഴിക്കുന്നവരുടെ പേരൊക്കെ ഞാൻ നോട്ട് ചെയ്തു. ഇപ്പോൾ ഇവിടെ വെച്ചിട്ട് കിച്ചൂട്ടനെ സാക്ഷി നിർത്തി, രാധാറാണിയെ സാക്ഷി നിർത്തി എത്ര പേർക്ക് നോൺ സ്റ്റോപ്പ് ചെയ്യാൻ കഴിയും? ശ്രീദേവി മാതാജിക്ക് പറ്റും. ഉറപ്പ് തരുന്നു ഞാൻ, നിങ്ങളുടെ ജീവിതം അത്യുഗ്രമായി ഭഗവാൻ പൊന്നുപോലെ കൊണ്ടുനടക്കും. ഉറപ്പാണ്. അറിയാം സുജാത മാതാജി, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. നാളെ മുതൽ നോൺ വെജ് നിർത്തുമെന്ന്. നാളെ മുതലില്ല. പ്രമീള മാതാജി കംപ്ലീറ്റ് ആയിട്ട് നോൺ വെജ് വിടുകയാണ്. അങ്ങനെയുള്ളവർക്ക് ഗുരുവായൂരപ്പനെ സാക്ഷി നിർത്തി ഞാൻ പറയുന്നു, കിച്ചൂട്ടൻ വന്ന ഈ ദിവസം സാക്ഷി നിർത്തി ഞാൻ പറയുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ ഇനി പ്രതിസന്ധികൾ ഉണ്ടാവില്ല. ഭഗവാൻ നിങ്ങളെ പൊന്നുപോലെ നോക്കും. കാരണം നോൺ വെജാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നം. നമ്മുടെ സാത്വിക മനോഭാവത്തെ കളയുന്നത് നോൺ വെജാണ്. അതുപോലെ നമുക്കെന്താ പറയുക, ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, ഒരു ഗ്ലാസ് വെള്ളത്തിൽ നിങ്ങൾ കറുത്ത കളർ ഗ്ലാസ് വെള്ളത്തിലേക്ക് പ്രകാശം വരില്ല. ഓക്കെ,
നല്ല വെള്ള ടംബ്ലറിൽ എന്താ പറയുന്നത്, പ്രകാശം പെട്ടെന്ന് കടന്നു ചെല്ലും. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് വേണം, നമ്മൾ കംപ്ലീറ്റായിട്ട് നോൺ വെജ് സ്റ്റോപ്പ് ചെയ്യാൻ ആർക്ക് പറ്റും? മായാമാതാജിക്ക് പറ്റും. മായാമാതാജിക്ക് പറ്റും. എന്തായാലും ഇപ്പം ഞാൻ ഒന്നിനുമില്ല, ഞാൻ കിടന്നുറങ്ങാൻ പോവാണ്. കാരണം എൻ്റെ കണ്ണുകളൊക്കെ അടഞ്ഞു പോകുന്നുണ്ട്. രജനി മാതാജി നിർത്തൂ. നാളെ മുതൽ കിച്ചു ഉടനെ സാക്ഷി നിർത്തി നിർത്തും. നമുക്ക് വേണ്ടത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തെല്ലാം വേണ്ടാന്ന് വെച്ചിട്ട് നമ്മൾ മദ്യപിക്കാറുണ്ടോ? നമ്മൾ വേറെന്തെങ്കിലും ചെയ്യാറുണ്ടോ? ഇല്ല. അതെ. നമ്മൾ അങ്ങനത്തെ എന്തെങ്കിലും തെറ്റായ പ്രവൃത്തിക്ക് പോകാറുണ്ടോ? ഇല്ല. നമ്മൾക്ക് ഈ ഒരു തെറ്റും വേണ്ട. ഗുരുവായൂരപ്പൻ്റെ കൃപാകടാക്ഷം നമ്മളുടെ ഉള്ളിലേക്ക് വരണമെങ്കിൽ അദ്ദേഹത്തിന് വരാനുള്ള വാതിൽ നമ്മൾ തുറന്നിട്ട് കൊടുക്കും. അതിലാദ്യത്തത് നോൺ വെജാണ്. അത് സ്റ്റോപ്പ് ചെയ്തേക്കും. നമുക്ക് വേണ്ടത് ഗുരുവായൂരപ്പൻ്റെ കൃപാകടാക്ഷം കൊണ്ട് മഞ്ജരീസിലൂടെ എൻ്റെ ക്ലാസ് കാണുന്നവർ പ്യോർ വെജിറ്റേറിയൻസ് ആവുക. പ്യോർ വെജിറ്റേറിയൻ ആവുക. കിച്ചൂടനെ ആരാധിക്കുക. ഭഗവാൻ കൃഷ്ണനെ ആരാധിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ നല്ലൊരു പ്രകാശം ഭഗവാൻ കൊണ്ടുവരും. യാതൊരു സംശയവുമില്ല. ഉറപ്പായിട്ടും കൊണ്ടുവരും. ഉറപ്പായിട്ടും കൊണ്ടുവരും. ഭഗവാൻ ഇരുത്തിക്കൊണ്ട് ഞാൻ പറയുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ നല്ല ഒരു അനുഗ്രഹം കിട്ടും. ഒരാൾ നമ്മുടെ മുമ്പിൽ വെച്ച് കഴിച്ചാൽ പോലും നമ്മുടെ മനസ്സിളകരുത്. ആ രീതിയിൽ നമ്മളിങ്ങനെ സ്ട്രോങ് ആയിട്ട് നിൽക്കും. ഭഗവാന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് നമ്മളെടുക്കുന്ന തീരുമാനത്തിൽ നിന്ന് നമ്മൾ ഒരിക്കലും പിന്മാറരുത്. വെറും വാക്കാവരുത്. ഭഗവാനെ മുൻനിർത്തി ഇന്ന് മുതൽ നോൺ വെജ് സ്റ്റോപ്പ് ചെയ്യൂ. സാധിക്കും നിങ്ങളെക്കൊണ്ട്. വ്യത്യസ്തമായിരിക്കുന്ന ഒരുപാട് വെജിറ്റേറിയൻ കുക്കറി ഷോസും എല്ലാം നമ്മുടെ യൂട്യൂബിൽ നിങ്ങൾക്ക് കിട്ടും. അതിലൂടെ ഓരോന്ന് നമ്മൾ പഠിക്കും. എരിവുള്ള കറികൾ അതൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. പനീറൊക്കെ എടുത്തിട്ട് നല്ല രീതിയിൽ നമ്മൾ നിങ്ങൾ ഈ ഫിഷൊക്കെ ഫ്രൈ ചെയ്യുന്ന പോലെ, ചിക്കനൊക്കെ ഫ്രൈ ചെയ്യുന്ന പോലെ മസാലകളൊക്കെ പുരട്ടിയിട്ട് എണ്ണയിൽ വറുത്ത് കോരോ ഫ്രൈ ചെയ്യുകയൊക്കെ ചെയ്യൂ. അതൊക്കെ കഴിക്കൂ. ശരീരത്തിനും നല്ലതാണ്, നമ്മുടെ ആത്മീയ ഉന്നതിക്കും നല്ലതാണ്. മാറണം. ഇന്നു മുതൽ മാറില്ലേ? എൻ്റെ ക്ലാസ് കാണുന്ന എല്ലാവരും പ്യോർ വെജിറ്റേറിയൻസ് ആയിരിക്കണം. എനിക്ക് നിർബന്ധമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കിച്ചൂട്ടൻ്റെ അനുഗ്രഹം കൂടുതൽ കിട്ടും. ഒരു സംശയവുമില്ല. നാളെ വൃശ്ചികം 1 തീർന്നു നമ്മുടെ ലൈഫിൽ നിന്ന് നോൺ വെജ്. ക്ലിയർ? ഇനി ആ ഒരു സാധനം നമ്മൾ തിന്നാൻ നിൽക്കത്തില്ല, തൊടില്ല, നമ്മൾ വിട്ടേക്കൂ. നമ്മുടെ ലൈഫിൽ നിന്ന് പോട്ടെ, വേണ്ട. അശുഭ ലക്ഷണമാണത്. അശുഭ ലക്ഷണം കെട്ടത് നമുക്ക് വേണ്ട. ഒരു ജഡവും നമുക്ക് വേണ്ട. നമ്മുടെ ശരീരത്തിലേക്ക് നമുക്ക് ശവങ്ങൾ വേണ്ട, അല്ലേ? താങ്ക് യു വിജി മാതാജി. നമുക്ക് ശവശരീരം തിന്നണ്ട. നമുക്ക് വേണ്ട, ശവം വേണ്ട. ചേട്ടൻ കഴിച്ചോട്ടെ, മാതാജി കഴിക്കണ്ട കേട്ടോ. പയ്യെ ചേട്ടനും നിർത്തൂ. അതിനും ഭേദം നിങ്ങൾ വല്ല ഈ പറയുന്ന മീനും ചിക്കനൊക്കെ തിന്നതിന് വീട്ടിൻ്റെ മുറ്റത്തൊക്കെയുള്ള പുഴുവിനെയോ പാറ്റനെയൊക്കെ വറുത്ത് തിന്ന സാധിക്കുമോ? ഇല്ല. പിന്നെ എന്തുകൊണ്ട് ഈ ശവങ്ങളൊക്കെ തിന്നുന്നു? ഈ ശവങ്ങളൊന്നും നമുക്കിനി വേണ്ട കേട്ടോ. അതൊന്നും നമുക്ക് ആവശ്യമില്ല. ഓക്കെ. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു. പ്രഭുപാദ് കി ജയ്, ഗുരു മഹാരാജ് കി ജയ്, രാധാപവനപുരേഷൻ കി ജയ്. ഗുരുവായൂർ മഞ്ജരീസിലൂടെ എല്ലാവർക്കും കിച്ചൂട്ടനെയും ശ്രീമതി രാധാറാണിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. നമുക്ക് നാളെ രാവിലെ പ്രഭാത മഞ്ജരിയിൽ കാണാം. ഓക്കെ. ഹരേ കൃഷ്ണ.